അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അതിതീവ്ര ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ടെക് PSCയുടെ ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാമായ അഗ്രി മാസ്റ്റർ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫർ 20% ഡിസ്കൗണ്ടോടെ വെറും 1999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഹായ് ഓൾ. നമ്മൾ ഇന്നിനി സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സിന്റെ റിമൈനിങ് പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ബ്ലാക്ക് പെപ്പറും അതുപോലെ തന്നെ കാർഡമോ മേജർ ആയിട്ടുള്ള കിങ് ഓഫ് സ്പൈസും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സ്പൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് റിമൈനിങ് ക്രോപ്സ് POP ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ എപ്പോഴത്തെയും പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അതിന്റെ കൂടെ നമുക്ക് ബാക്കി POP-യിലുള്ള പോയിന്റ്സ്, വേണ്ട പോയിന്റ്സുകൾ പറഞ്ഞു പോകാം. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. That is, which of the following are cinnamon varieties? Cinnamon varieties ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. POP റെക്കമെൻഡ് ചെയ്തിട്ടുള്ള cinnamon varieties ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചെയ്തേ നോക്കട്ടെ. All of these ആണോ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഇസ് ഓൾ ഓഫ് ദിസ്. ദാറ്റ് ഇസ് എല്ലാം തന്നെ. ഏതൊക്കെയാണ്? നവശ്രീ, നിത്യശ്രീ ആൻഡ് സുഗന്ധിനി. നമ്മൾ POP എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 3 വെറൈറ്റീസ് ആണ് നമുക്ക് സിനമൺ അണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സിനമൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് നമ്മുടെ കറുകപ്പട്ട. അപ്പൊ നമുക്ക് ഈ സ്പൈസ് ക്രോപ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, നമുക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്ലാന്റേഷൻ ക്രോപ്സിനും അതുകൊണ്ട് സ്പൈസസിനും വളരെ പേര് കേട്ട ഒരു സ്ഥലമാണ്. അപ്പം ഇതിന്റെ ഈ പറയുന്ന ക്രോപ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ കുറച്ച് വെറൈറ്റീസ് എല്ലാം മേജർ ആയിട്ടുള്ള എല്ലാം നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് മേജർ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ സിനമണിനകത്ത് ഈ 3 മാത്രമേ ഉള്ളൂ: നവശ്രീ, നിത്യശ്രീ ആൻഡ് സുഗന്ധിനി. ഓക്കെ, പിന്നെ സിനമണിന്റെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നോക്കാനുള്ളത്, ഞാൻ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്, നമുക്ക് അതിന്റെ സയന്റിഫിക് നെയിം, അതായത് സിനമോമം സെയ്ലാനിക്കം. നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് സിനമൺ. അപ്പൊ സിനമോമം സെയ്ലാനിക്കം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. പിന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്, സിനമൺ ഗ്രോസ് ഇൻ ഏരിയാസ് അപ് ടു ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ആയിട്ടുള്ള കണ്ടീഷൻ വേണമെന്ന്, പിന്നെ വെൽ ഡ്രെയിൻഡ് ഡീപ് സാൻഡി സോയിൽസ് വേണമെന്ന്. അപ്പൊ അതിന്റെ ക്ലൈമറ്റിക് സോയിൽ റിക്വയർമെന്റ്സ് ഒക്കെ ആ POP ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചാൽ മതി. നമുക്ക് വലിയ എന്താ പറയാ, വായിച്ച ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലത്. നെക്സ്റ്റ്, ഇനി ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കറക്റ്റ് ഒരു ഓർഡറിലല്ല പോകുന്നത്, മിക്സ്ഡ് ആയിട്ട് തന്നെയാണ്. നമുക്ക് എന്നാലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം തന്നെയും കറക്റ്റ് വരും. കാരണം ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ നമുക്കിങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറെ പ്ലാന്റിങ്, പ്രൊപ്പഗേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പം ആ ഒരു ഓർഡറിലല്ല പോകുന്നത്. എന്നാൽ ഏറെക്കുറെ POP ആ കറക്റ്റ് ഓർഡർ തന്നെയാണ്. ഓക്കെ, വാട്ട് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് ക്ലോവ്? ക്ലോവ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പുവിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നാണ്? സിസിജിയം ക്യുമിനി ആണോ, സിസിജിയം ജാംബോസ് ആണോ, സിസിജിയം അരോമാറ്റിക്കം ആണോ, ആൻഡ് നൺ ഓഫ് ടേബോ? ഏതാണ്? ഓപ്ഷൻ സി. എന്താണ്? ഓപ്ഷൻ സി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സിസിജിയം അരോമാറ്റിക്കം എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ആൻസർ സിസിജിയം അരോമാറ്റിക്കം. അപ്പൊ അത് ഓർത്ത് വെക്കാനായിട്ട് നമുക്കറിയാം, ക്ലോവ്, ഗ്രാമ്പു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താണ് ഒരു മണം തരുന്നില്ല, ഇപ്പൊ ഒരു അരോമ തരുന്നുണ്ട്. അപ്പം സിസിജിയം അരോമാറ്റിക്കം ആയിരിക്കും ക്ലോവ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇതേ പറയുന്ന ജീനസിൽ വരുന്ന കാര്യങ്ങളാണ്. സിസിജിയം ക്യുമിനി എന്താണെന്ന് അറിയാമോ? സിസിജിയം ക്യുമിനി എന്ന് പറയുന്നത്, സിസിജിയം ക്യുമിനിയൊക്കെ നമ്മൾ എവിടെയൊക്കെയോ കേട്ടില്ലേ? സിസിജിയം ജാംബോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാന്ന് ഓർമ്മയുണ്ടോ? സിസിജിയം ക്യുമിനി എവിടെയായിരുന്നു പഠിച്ചത്? കുമിനാണോ? ക്യുമിനി ആണോ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അടുത്തത് വേറെ എന്തെങ്കിലും ഉണ്ടോ? സിസിജിയം ക്യുമിനി നമ്മൾ എവിടെ പഠിച്ചത്? ജാമിന്റെ സയന്റിഫിക് നെയിം ആയിട്ട് നമ്മൾ ഒരിടത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്രൂട്ട് ക്രോപ്സ് പഠിച്ചപ്പം ക്യുമിനും സിമിനം അങ്ങനെയാണ് നമ്മുടെ
ചെറിയ ജീരകം ക്യുമിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് സിസിജിയം ക്യുമിനി, ദറ്റ് ഈസ് നമ്മുടെ ജാമിനാണ് കേട്ടോ. ദെൻ സിസിജിയം ജാംബോസ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് ആപ്പിൾ, നമ്മുടെ ചാമ്പയ്ക്കയുടെ സയന്റിഫിക് നെയിമാണ് സിസിജിയം ജാംബോസ് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ ആ മൈനർ കുറച്ച് സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഒക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ കുറച്ച് കോമൺ നെയിമും സയന്റിഫിക് നെയിമും മാത്രം തന്നതിനകത്ത് ഇത് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് കുറച്ച് വെറൈറ്റി ക്രോപ്സും അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസിന്റെയും ഒരു പേരാണ്. അപ്പൊ ഇതിനകത്ത് ഇൻകറക്റ്റ് പേർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഏതാണ് ഇൻകറക്റ്റ് പേർ നോക്കിയേ. കാർഡമം IASR രജത പറയുന്നുണ്ട്. ദെൻ ബ്ലാക്ക് പെപ്പർ IASR തേവം. ദെൻ ജിഞ്ചർ IASR വരദ. സിനമൺ നിത്യശ്രീ. ഏതാണ്? നോക്കിക്കേ. ബ്ലാക്ക് പെപ്പറും കാർഡമം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IASR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അവിടെ നിന്ന് റിലീസ് ചെയ്ത വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, ഏതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഓപ്ഷൻ ബി ആണ് കാർഡമം. ഒരാൾ ഓപ്ഷൻ ബി പറയുന്നുണ്ടോ? ഡി ആണോ ബി ആണ് പറഞ്ഞത്? ബി. ഒരാൾ കാർഡമം IASR രജത പറഞ്ഞു, ഒരാൾ ബി പറഞ്ഞു. അപ്പൊ ഏതാ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് കാർഡമം. ഇപ്പം ബി പറഞ്ഞാൽ എന്ത് പറ്റി? ബ്ലാക്ക് പെപ്പറിന്റെ നമ്മൾ ആകെ കുറച്ച് വെറൈറ്റീസ് ആണ് IASRന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. IASR തേവം പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫൈറ്റ് ഓഫ് തെറ റോട്ട് അങ്ങനെയുള്ളതിനൊക്കെ റെസിസ്റ്റന്റ് ആണെന്നുള്ള രീതി പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന IASR തേവം കറക്റ്റ് ആണ്. കാർഡമത്തിനകത്ത് നമ്മൾ IASR രജത പഠിച്ചില്ല. അപ്പൊ IASR രജത എവിടെയാണെന്ന് അറിയാമോ? എന്തിന്റെ വെറൈറ്റി ആണെന്ന്? IASR രജത എന്ന് പറയുന്നത് ഇനി ഇവൻ നോക്കിയേ. POP എല്ലാവരോടും വായിക്കാൻ പറഞ്ഞില്ലേ ഞാനും? IASR രജത എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റിയാ? കാർഡമത്തിന്റെ അല്ല, കാരണം തെറ്റായിട്ടാണ്. ഇനി അടുത്ത വേറെ എന്തിന്റെ വെറൈറ്റി അത്? അപ്പൊ ആരും POP ഒന്നും വായിച്ചില്ലല്ലേ? IASR രജത എന്ന് പറയുന്നത് ജിഞ്ചറിന്റെ വെറൈറ്റി ആണ്. അപ്പൊ നമ്മൾ കാർഡമത്തിന്റെ വെറൈറ്റിനകത്ത് പ്രധാനമായിട്ടും IASR വിജതയും IASR അവിനാഷും ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് IASR എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടേ നമുക്ക് റൈസോം റോട്ട് റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ കറ്റേ ഡിസീസിന് റെസിസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വെറൈറ്റീസ് ആണ് പഠിച്ചിരുന്നത്. ബ്ലാക്ക് പെപ്പറിനകത്ത് IASR തേവ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ജിഞ്ചറിന്റെ വെറൈറ്റീസിലേക്ക് വരുമ്പോൾ ജിഞ്ചറിന്റെ വെറൈറ്റി IASR വരദയും IASR രജതയും. IASR വരദ IASR രജത രണ്ടും എന്തിന്റെ വെറൈറ്റി ആണ്? ജിഞ്ചർ ഇഞ്ചിയുടെ വെറൈറ്റി ആണ്. സിനമൺ നമ്മൾ നേരത്തെ നവശ്രീ നിത്യശ്രീ അതുപോലെയാണ് സുഗന്ധിനി പഠിച്ചു. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ വെറൈറ്റീസ് ഓഫ് ജിഞ്ചർ ഒന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് അതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് പറഞ്ഞിട്ട് കുറച്ച് വെറൈറ്റീസ് പറയുന്നുണ്ട്. ആതിര, കാർത്തിക, അശ്വതി, IASR വരദ, രജത, മഹിമ. വരദയും രജതയും മഹിമയും. വിജതയാണ് നമുക്ക് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഏറ്റവും ആദ്യത്തെ കാർഡമത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം വരദ, രജത ആൻഡ് മഹിമ ജിഞ്ചറിന്റെ വെറൈറ്റീസ് ആണ്. അപ്പൊ IASRന്റെ ഒക്കെ വെറൈറ്റീസ് പലപ്പോഴും പല എക്സാമിന്റെയും ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം എനിക്കൊന്ന് സ്പൈസിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്പൈസസിന്റെ വെറൈറ്റീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളുടേതായ രീതിയിൽ ഒരു കോഡ് ഭാഷയിലോ അല്ലെങ്കിൽ കുറെ തവണ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് രജിസ്റ്റേർഡ് ആയിക്കുള്ളൂ. അപ്പൊ അതൊന്ന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് ഈ പറയുന്ന നമ്മള് ഇവിടെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഹാർവസ്റ്റിംഗ്, അതിന്റെ പോസ്റ്റ് ഹാർവസ്റ്റ് സംഭവം എന്തെങ്കിലും എക്സ്ട്രാ പ്രൊഡക്ട്സ് ഉണ്ടെന്നുള്ളതും ഞാൻ പൊതുവെ എല്ലാ സ്പെഷ്യൽസും പറയുന്നത്. വേറെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അതിതീവ്ര ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ടെക് PSCയുടെ ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാമായ അഗ്രി മാസ്റ്റർ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫർ 20% ഡിസ്കൗണ്ടോടെ വെറും 1999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.
വെറൈറ്റീസും അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ ആസ്പെക്ട്സ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ. പിന്നെ അടുത്തത് ഡ്രൈ ജിഞ്ചർ കൾട്ടിവേഴ്സ്. നമുക്കറിയാം നമുക്ക് ജിഞ്ചർ രണ്ട് രീതിയിലാണ്. നമുക്ക് ഗ്രീൻ ജിഞ്ചർ പർപ്പസിന്, നമുക്ക് വെജിറ്റബിൾ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നത്, ഡ്രൈ ജിഞ്ചർ ചുക്ക് ഉണക്കി ചുക്ക് ഡ്രൈ ജിഞ്ചർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പൊ അതിനകത്ത് രണ്ടിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി, പിന്നെ അത് മാത്രമല്ല ഡ്യൂൽ പർപ്പസിന് ഈ രണ്ടിനും ഉപയോഗിക്കുന്ന വെറൈറ്റീസ് അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഡ്രൈ ജിഞ്ചർ വെറൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മാരൻ, വയനാട്, മണ്ണാൻതൊടി, ഹിമാചൽ, വള്ളുവനാട്, കുറുപ്പുംപടി എന്നൊക്കെ പറഞ്ഞ കുറച്ച് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ജിഞ്ചർ കൾട്ടിവേഴ്സ് ആണ്. ഇനി ഗ്രീൻ ജിഞ്ചർ അതിനകത്ത് വരുന്നതാണ് റിയോ ഡി ജനാരിയോ, ദെൻ ചൈന, വയനാട് ലോക്കൽ, അശ്വതി എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഇംപ്രൂവ്ഡ് വെറൈറ്റീസ്. ആദ്യം പറഞ്ഞ അതേ സെയിം സംഭവങ്ങൾ തന്നെ, അതായത് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ആവാൻ തന്നെ കാരണം നമുക്ക് രണ്ട് പർപ്പസിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ആതിര, കാർത്തിക, ASR, വരദ, രജത ആൻഡ് മഹിമ. ഇനി നമുക്ക് 2016 POP ഇല്ലാത്ത രണ്ട് വെറൈറ്റീസ് കൂടെ നമുക്ക് പുതിയ POP-യിലും ജിഞ്ചറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് KAU ചന്ദ്ര ആൻഡ് KAU ചിത്ര. KU ചന്ദ്രയും KU ചിത്രയും ഇങ്ങനെ രണ്ട് വെറൈറ്റീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. പഴയതിനകത്ത് ഇല്ല, നമുക്ക് പുതിയതിനകത്തുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ക്യാരക്ടേഴ്സ് പറയുന്നത് ജസ്റ്റ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ പറയുന്നില്ല. അതിന്റെ ക്രൂഡ് ഫൈബർ കണ്ടന്റ്, പിന്നെ അതിന്റെ വോളറ്റൈൽ പെർസെന്റേജ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്നൊരു വെറൈറ്റിയുടെ പെർസെന്റേജ് എന്നുള്ള രീതിയിലൊന്നും ക്വസ്റ്റൻ നമുക്ക് ചോദിക്കില്ലായിരിക്കും. പിന്നെ KU ചന്ദ്ര എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗുഡ് ഫോർ ഫ്രഷ് ആൻഡ് ഡ്രൈ ജിഞ്ചർ. നമുക്ക് ഈ ഗ്രീൻ ജിഞ്ചർ ആയിട്ടും അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ രണ്ട് പർപ്പസിൽ ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. KU ചിത്ര പറയുന്നത് സ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ മോയിസ്റ്റ് ഹ്യൂമസ് റിച്ച് സോയിൽസ് ഓഫ് ട്രോപ്പിക്സ്. ഇതിന് ഐഡിയൽ ഫോർ ഡ്രൈ ജിഞ്ചർ. ഡ്രൈ ജിഞ്ചർ പർപ്പസിനാണ് കുറച്ചും കൂടി ഐഡിയൽ എന്ന് KU ചിത്ര പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടോന്ന് ആലോചിക്കുക. ചന്ദ്ര ആൻഡ് ചിത്ര രണ്ടും പുതിയ POP-യിൽ ആഡ് ചെയ്തിട്ടുള്ള ജിഞ്ചറിന്റെ വെറൈറ്റീസ് ആണ്. പിന്നെ നമുക്ക് അവിടെ പ്ലാന്റിംഗ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് POP-യിൽ പറയുന്നത്. POP-യിൽ പിന്നെ തുടക്കത്തിൽ ജിഞ്ചറിന്റെ സയന്റിഫിക് നെയിം പറയുന്നുണ്ട് സിഞ്ചിബർ ഒഫിഷ്യനൈൽ. സിഞ്ചിബർ ഒഫിഷ്യനൈലാണ് ജിഞ്ചറിന്റെ സയന്റിഫിക് നെയിം. ഇതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ കാര്യങ്ങൾ നമ്മൾ റൈസോം ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റത്തെ ക്ലാസ്സിൽ പ്ലാന്റ് പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസോംസ് ആണ് യൂസ് ചെയ്തത്. ഇനി എങ്ങനെ അത് സെലക്ട് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഡിസീസ് ഫ്രീ പ്ലാന്റ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്ന അതിന്റെ ട്രീറ്റ്മെന്റ്, അതൊരു കൃഷി ചെയ്യുന്ന ഒരാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു ക്വസ്റ്റൻസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഇത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത്രയുള്ള നമ്മൾ നല്ല ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ചെടിയിൽ നിന്ന് വേണം റൈസോം എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഡിസീസ് ക്യാരി ഓവർ ചെയ്യപ്പെടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹെൽത്തിനെ അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെലക്ഷൻ ഓഫ് ഹെൽത്തി റൈസോംസ് ഓഫ് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ്, പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഓരോന്ന് പറയുന്നുണ്ട്. മാംഗോസ് അങ്ങനെ ഓരോ ഫംഗിസൈഡ്സ് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ സീസൺ ആൻഡ് മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ് ആണ്. ബെസ്റ്റ് ടൈം ഓഫ് പ്ലാന്റിംഗ് ജിഞ്ചർ എന്ന് പറയുന്നത് യൂസിങ് ഫസ്റ്റ് ഫോർട്ട്നൈറ്റ് ഓഫ് ഏപ്രിൽ ആൻഡ് ആഫ്റ്റർ റിസീപ്റ്റ് പ്രീ മൺസൂൺ ഷവേഴ്സ്. ആ ഒരു സമയം, അതായത് ഏപ്രിലിന്റെ തുടക്കം നമുക്ക് പ്രീ മൺസൂൺ ഷവേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തുടങ്ങാന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഇനി ഇറിഗേറ്റഡ് ജിഞ്ചർ ആണെങ്കിലും ബെസ്റ്റ് ടൈം ഫോർ പ്ലാന്റിംഗ് എന്ന് പറയുന്നത് ഫെബ്രുവരി. വെജിറ്റബിൾ ജിഞ്ചർ ആണെങ്കിൽ ഇറിഗേഷന് ഇറിഗേറ്റഡ് ജിഞ്ചർ ആണെങ്കിലുള്ളത് അത് വലിയ കാര്യമായിട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് ആ ഒരു സീസൺ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. പിന്നെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ എത്ര സൈസുള്ള ജിഞ്ചറിന്റെ കാര്യം ഇത് എടുക്കണം എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ മൾച്ചിങ് കാര്യങ്ങൾ, പിന്നെ ആഫ്റ്റർ കൾട്ടിവേഷൻ, പിന്നെ കമ്മിങ് ടു പ്ലാന്റ് പ്രൊട്ടക്ഷൻ. ഇത്രയും കാര്യങ്ങൾ. പ്ലാന്റ് പ്രൊട്ടക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കാം. നമ്മള് ടൊമാറ്റോയിലൊക്കെ പഠിച്ച പോലെ തന്നെ ബാക്ടീരിയൽ വിൽറ്റ് ഒരു പ്രധാന പ്രശ്നമാണ്. ഇവിടെയും ജിഞ്ചറിന്റെ കേസിൽ ബാക്ടീരിയൽ വിൽറ്റ് ഒരു പ്രധാന വില്ലനാണ്. അപ്പൊ അതുകൊണ്ടും അതിന്റെ കുറച്ച് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ബാക്ടീരിയൽ വിൽറ്റ് ഇൻ ജിഞ്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ എല്ലാ മെത്തേഡ്സും, അതായത് നമ്മുടെ ഫിസിക്കൽ മെത്തേഡ്സ്, കൾച്ചറൽ മെത്തേഡ്സ്, കെമിക്കൽ മെത്തേഡ്സ് എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനാണ് ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് പലതരം മെത്തേഡ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. എനിക്കൊന്ന് പെത്തോളജിയിൽ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ടെക്നോളജി ടു മാനേജ് ബാക്ടീരിയൽ വിൽറ്റ് എന്ന് പറയുന്നിട്ട് സോളറൈസ് ജിഞ്ചർ ബെഡ്. സോളറൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മൾ ഫ്ലവർ ക്രോപ്സ് ഒക്കെ പഠിച്ചപ്പോൾ മണ്ണിൽ കൂടെ പകരുന്ന രോഗങ്ങൾ, സോയിൽ ബോൺ പാത്തോജൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് അല്ലെങ്കിൽ നടാൻ ഉപയോഗിക്കുന്ന ബെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു,
നല്ല സൺലൈറ്റ് തട്ടിച്ചുകൊണ്ട് അതിനെ വിമുക്തമാക്കുന്നു, സ്റ്റെറിലൈസ് ആക്കുന്നതിന് സോയിൽ സോളറൈസേഷൻ. അപ്പൊ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് കെമിക്കൽ കാൽസ്യം ക്ലോറൈഡ് സ്പ്രേ ഡ്രെയിൻ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബെഡിലേക്ക് നല്ല രീതിയിൽ ബെഡ് കുതിരുന്ന രീതിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാനാണ് ഡ്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ബാസിലസ്, അതുപോലെ തന്നെ എന്താ പറയാ, ബാസിലസ് ലൈക്കിനിഫോമിസ് ഒരു കൊമേഴ്ഷ്യൽ ഫോർമുലേഷൻ ആണ്. അതായത് ബാക്ടീരിയ ആണല്ലോ, അപ്പൊ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം അത്തരത്തിലുള്ള കുറച്ച് കെമിക്കൽസിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന് ഭയങ്കര കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നില്ല, പക്ഷെ ബാക്ടീരിയൽ വെച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ ഹാർവെസ്റ്റിംഗ്, പ്രോസസിംഗ് ഒക്കെയാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്തത് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് ഓഫ് സിനമൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് സിനമണിന്റെ ഹാർവെസ്റ്റിംഗും ക്യൂറിംഗും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അതേ ഓർഡറിലാണെങ്കിൽ പി ഒ പി നോക്കി ആൻസർ ചെയ്തതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഒരു മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അതുകൊണ്ടുകൂടി ഇട്ടത്. ഓക്കെ, നോക്കിയേ. സിനമൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പല സ്പൈസ് ക്രോപ്സിന്റെയും നമുക്ക് അതിന്റെ ഹാർവെസ്റ്റിംഗ്, അതിന്റെ പോസ്റ്റ് ഹാർവെസ്റ്റ്. നമുക്ക് പലപ്പോഴും എന്താണ് സ്പൈസ് നമ്മൾ ഒലിയോറിസിനായിട്ടോ വോളറ്റൈലായിട്ടോ ഒക്കെ നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡ്രൈഡ് പാർട്സിനെ എങ്ങനെയാണ് നമ്മൾ അത് എടുക്കുന്നത്. നമുക്ക് ഒരിക്കലും കാർഡമം ആയിക്കോട്ടെ പെപ്പർ ആയിക്കോട്ടെ ഒക്കെ പ്ലാന്റ് നിൽക്കുന്ന അതേ ഫോമിലല്ല കിട്ടുന്നത്. അപ്പൊ അതിന്റെ ആ പോസ്റ്റ് ഹാർവെസ്റ്റ് ട്രീറ്റ്മെന്റ് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എപ്പോഴും ഡ്രൈഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ ആ പ്രോസസ്ഡ് ഫോമിലേക്ക് ആയിരിക്കും, നമുക്ക് ക്യൂർഡ് ഫോമിലേക്ക് ആയിരിക്കും നമുക്ക് സ്പൈസ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു രീതി എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതെന്ന് പറയുന്നത് ക്യൂറിംഗ് ഓഫ് സിനമണിന്റെ കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഏതാണ് വായിച്ചു നോക്കിയോ? ആൻസർ പറഞ്ഞേ. നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ അറിയാവുന്ന പോലെ നിങ്ങൾ ആൻസർ ചെയ്തോ, വായിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതി വെച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്തു. നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം. അതാണല്ലോ നമ്മുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ് ഇതിന്റെ ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വേറെ പോയോ? ആരും പറയത്തില്ലേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് പ്ലാന്റ്സ് വിൽ ബി റെഡി ഫോർ ഹാർവെസ്റ്റ് ഇൻ അബൌട്ട് 3 years ആഫ്റ്റർ പ്ലാന്റിംഗ്. ബാക്കി രണ്ടും ഓപ്ഷൻസും തെറ്റാണെന്ന് പറയുന്നുണ്ട് ഒരാൾ. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നിങ്ങളുടെ ആൻസർ തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു, നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാമല്ലോ. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഡി ആണോ എന്നാണോ? ഡി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൾ ഓഫ് ദി എബവ്. ഓപ്ഷൻ ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം അതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ് വിൽ ബി റെഡി ഫോർ ഹാർവെസ്റ്റ് ഇൻ അബൌട്ട് 3 years ആഫ്റ്റർ പ്ലാന്റിംഗ് എന്ന് പറയുന്നത് 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് പ്ലാന്റ് ചെയ്യും. അതുപോലെ തന്നെ സെന്റൻസ് നമുക്ക് എവിടെ കൊടുത്തിട്ടുണ്ട്? ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പി ഒ പിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാർവെസ്റ്റിംഗ് 2 സീസൺസിൽ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സിനമണിന്റെ ഏത് പോർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിനമണിന്റെ എന്താണ് ആ പീസ് ഓഫ് ബാർക്ക്, അല്ലെങ്കിൽ അതാണ് നമ്മൾ കറുകപ്പട്ടയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ എടുക്കുന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ പല ഗ്രേഡ്സ് ആണ് ഇനി താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് കറക്റ്റ് ടൈം ഫോർ കട്ടിംഗ് ദ ഷൂട്ട്സ് ഫോർ പീലിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ നോട്ടിംഗ് ദ സാപ്പ് സർക്കുലേഷൻ ബിറ്റ്വീൻ വുഡ് ആൻഡ് കോർക്കി ലെയർ. then peelers can judge this by making a test. ഒരു ഷാർപ്പ് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ബാർക്കാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബാർക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന രീതികളൊക്കെയാണ്, പിന്നെ എങ്ങനെ കട്ട് ചെയ്യണം എന്ന് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന അതിനെ പറയുന്ന പേരാണ്, അതായത് ദ ഡിറ്റാച്ച്ഡ് പീസ് ഓഫ് ബാർക്ക് ആർ മെയ്ഡ് ഇൻ ടു കോമ്പൗണ്ട് ക്വിൽസ്. അതായത് ആ ഡിറ്റാച്ച്ഡ് നമുക്ക് കിട്ടുന്ന കറുകപ്പട്ട ഉണ്ടല്ലോ, അത് പലതരത്തിലുള്ള കറുകപ്പട്ടയുടെ പല ഗ്രേഡ്സ് വരുന്നത് നമ്മൾ ക്വിൽസ് എന്നാണ് പറയുന്നത്. അപ്പം ദ ബെസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് ക്വിൽസ് ആർ യൂസ്ഡ് ഓൺ ദ ഔട്ട്സൈഡ് വൈൽ ഇൻസൈഡ് ഈസ് ഫിൽഡ് വിത്ത് സ്മോളർ പീസസ്. ദ കോമ്പൗണ്ട് ക്വിൽസ് ആർ റോൾഡ് ബൈ ഹാൻഡ് to press the outside edges together and are neatly trimmed. They are dried in shade as direct exposure. അതായത് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യിലേക്ക് ആദ്യം ഒരു ആ പീസ് ഓഫ് ബാർക്കിനെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത്, അതായത് നമുക്ക് കൈ കൊണ്ട് തന്നെ അതിനെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അതിനാ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ക്വിൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വിൽസ് തന്നെ പല ഗ്രേഡ്സിൽ ഉണ്ടാവും. അതായത് നല്ല ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി അനുസരിച്ച്, ചിലപ്പോൾ ഒരേ സൈസിലുള്ളതും ഒരേ ക്വാളിറ്റിയിലുള്ളതും ഒരേ കളറിലുള്ളതൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, സ്പൈസ് ആയിക്കോട്ടെ, ഏതൊരു ക്രോപ്പ് ആണെങ്കിലും നമ്മൾ ഗ്രേഡ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ക്വിൽസിന് പല ഗ്രേഡ് ആയിട്ട്, ദീസ് ആർ ഗ്രേഡഡ് ആസ് എന്താണ്, ഫൈൻ ഓർ കോണ്ടിനെന്റ്
കോണ്ടിനെന്റൽ, ദെൻ മെക്സിക്കൻ ഓർ ഹാംബർഗ് ഓർ ഓർഡിനറി. അതായത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളത് ഫൈൻ, പിന്നെ അങ്ങനെ അങ്ങനെ പല രീതികളിലാവും. അപ്പൊ അതിനനുസരിച്ച് പല ഗ്രേഡ്സ് ആയിട്ട് തിരിക്കുന്നു. അത് ഓൾറെഡി POP പറയുന്നുണ്ട്. ദ ക്യൂൽസ് ആർ ഗ്രേഡഡ് ആസ് ഫൈൻ ഓർ കോണ്ടിനെന്റൽ, മെക്സിക്കൻ, ഹാംബർഗ്, ഓർഡിനറി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് ഓരോന്ന് വരുന്നത്, അതായത് ഫൈൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് എന്താണ്, ഫൈൻ കൺസിസ്റ്റിംഗ് ഓഫ് ക്യൂൾസ് ഓഫ് യൂണിഫോം തിക്നെസ്, കളർ ആൻഡ് ക്വാളിറ്റി ആൻഡ് ദ ജോയിന്റ്സ് ഓഫ് ക്യൂൾസ് ആർ നീറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് ആണ് ഫൈൻ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ എല്ലാം ഫൈൻ ആണ്. അതായത് അതിന്റെ യൂണിഫോം തിക്നെസ് ആയിരിക്കും, നല്ല കളറ് കാര്യങ്ങളൊക്കെ ഉള്ള, അതിന്റെ ആ എഡ്ജ് ഒക്കെ ഭയങ്കര എന്താണ്, നല്ല ക്വാളിറ്റി നീറ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇനി മെക്സിക്കൻ ഗ്രേഡ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അതെ ഫൈനേക്കാളും കുറച്ചും കൂടെ താഴെ ഒരു ഇന്റർമീഡിയറ്റ് ക്വാളിറ്റി ആയിരിക്കും. ദ ഹാംബർഗ് ഗ്രേഡ് കൺസിസ്റ്റിംഗ് ഓഫ് തിക്കർ ആൻഡ് ഡാർക്കർ ക്യൂൾസ്. നമുക്കിപ്പം വീട്ടിൽ നമ്മൾ കറുകപ്പുഴ എടുക്കും, ചിലതെന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ചിലത് നല്ല കട്ടിയുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് പലപ്പോഴും കിട്ടുന്ന കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ മസാല പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നതിനകത്ത് കിട്ടുന്നത്. അപ്പൊ അത് അതിന്റെ പല ഗ്രേഡ്സ് ആണ്. അപ്പം ഈ ഓർഡിനറി അല്ലെങ്കിൽ ഹാംബർഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇൻഫീരിയർ ക്വാളിറ്റിയുടെ ആയിരിക്കും. ഇത് നമ്മൾ ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്താണ് ഫൈൻ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ, അതിനൊക്കെ കുറച്ചും കൂടെ ഉള്ളത് മെക്സിക്കൻ, പിന്നെ ഉള്ളത് ഹാംബർഗ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇനി അത് തന്നെ നമുക്ക് ഈ ലോവർ ഗ്രേഡ്സിന് നമുക്ക് പല രീതിയിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ തന്നെ നമ്മൾ പല രീതിക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊന്ന് വരുന്നതാണ് ഈ പറയുന്ന ക്വില്ലിങ്സ് എന്ന് പറയും. ക്വില്ലിങ്സ് എന്ന് വെച്ചാൽ ബ്രോക്കൺ ലെങ്സ് ആൻഡ് ഫ്രാഗ്മെന്റ്സ് ഓഫ് ക്വിൽസ് ഓഫ് ഓൾ ഗ്രേഡ്സ് ആർ ബൾക്ഡ് ആൻഡ് സോൾഡ് ആസ് ക്വില്ലിങ്സ്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന എന്താണ്, ഈ എല്ലാ ഗ്രേഡ്സിന്റെയും ഈ ബ്രോക്കൺ ലെങ്സും ഫ്രാഗ്മെന്റ്സും ഒക്കെ ചേർന്ന് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും അതൊക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നമ്മൾ ക്വില്ലിങ്സ് എന്നാണ് പറയുന്നത്. ദെൻ ഫെദറിങ്സ് എന്ന് പറയുന്നത്, ഫെദറിങ്സ് എന്നും ചിപ്സ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് കൂടി POP ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടില്ല ഞാനത്. ഫെദറിങ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഗ്രേഡ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഇന്നർ ബാർക്ക് ഓഫ് ദി ട്വിറ്റ്സ്, ആ ഇന്നർ ബാർക്ക് ഓഫ് ദി ട്വിറ്റ്സ് ആൻഡ് ട്വിസ്റ്റഡ് ഷൂട്ട്സ് ദാറ്റ് ഡു നോട്ട് ഗീവ് സ്ട്രെയിറ്റ് ക്യൂൾസ് ഓഫ് നോർമൽ ലെങ്ത്. അപ്പൊ അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും. ദെൻ ചിപ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഇൻക്ലൂഡ് ദ ട്രിമ്മിങ്സ് ഓഫ് ദ കട്ട് ഷൂട്ട്, ഷേവിങ്സ്, അങ്ങനെ അതിന്റെ ഒരു ട്രിമ്മിങ്സ് ഒക്കെ ചിപ്സ് പോലെ നമുക്ക് ആ പേര് പോലെ ചെറിയ ചെറിയ നുറുങ്ങ് കഷ്ണങ്ങളായിട്ടുള്ളതാണ്. അപ്പം ഈ പറയുന്ന എല്ലാം എന്താണ്, ഇതിന്റെ ലോവർ ഗ്രേഡ്സിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പല പല ഗ്രേഡാണ്, ക്വില്ലിങ്സ്, ഫെദറിങ്സ്, ചിപ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം സിനമൺ, നമുക്ക് ആ സിനമണിന്റെ ആ ഒരു POP ഭാഗത്തിൽ നമുക്ക് മൊത്തത്തിൽ ഇമ്പോർട്ടന്റ് ആയ വെറൈറ്റീസ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം, അതായത് ഹാർവെസ്റ്റിംഗ്, അതിന്റെ ക്യൂറിങ്. ഇതിന്റെ ഈ പേരുകളൊക്കെ ഒന്ന് ഓർന്നിരിക്കുക. അതായത് ക്വിൽസ് എന്താണ്, അതിന്റെ ഫൈൻ ക്വിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദെൻ ക്വില്ലിങ്സ് എന്താണ്, ഫെദറിങ്സ് എന്താണ്, ചിപ്സ് എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് അതിന്റെ ആ ഡെഫിനിഷൻ അതിനകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും നേരെ അതങ്ങ് വായിച്ചു വെക്കും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സ്യൂട്ടബിൾ ആസ് ലൈഫ് സപ്പോർട്ട്സ് ഫോർ വാനില. അടുത്ത ഒരു ക്രോപ്പാണ് വാനില. വാനില നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്രോപ്പാണ്. അപ്പൊ അതിന് നമുക്കറിയാം വാനില എന്ന് പറയുന്നത് കുറച്ച് ട്രെയിൽ ചെയ്ത് പോകുന്ന സമയമാണ്. അപ്പൊ അതിനൊരു ലൈഫ് സപ്പോർട്ട് വരും. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലുമേറിയ ആൽബ, എറിത്രീന ലിത്തോസ്പെർമ, ഗ്ലൈറിസീഡിയ മാക്യുലേറ്റ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഇതിനകത്ത് ഏതാണ്? all of these. ഓൾ ഓഫ് ദീസ് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഇസ് ഓൾ ഓഫ് ദീസ്. എല്ലാം തന്നെ നമുക്ക് ലൈവ് സപ്പോർട്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് POP ജെട്രോഫ കർക്കസ് കൂടി പറയുന്നുണ്ട്. മൊത്തം 4 ലൈവ് സപ്പോർട്ട്സ് ആണ് POP പറയുന്നത്. അത് വായിച്ചു വെക്കാം. പിന്നെ വാനില എന്ന് പറയുന്നത് വാനില പ്ലാനിഫോളിയ എന്നാണ് സയന്റിഫിക് നെയിം. ശരിക്കും അതൊരു ഓർക്കിഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഞാൻ ഓർക്കിഡേസിയ ഫാമിലി ആയിരിക്കും. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിഫറിംഗ് ആൻ ആനുവൽ റെയിൻഫോൾ ഓഫ് 150 to 300 സെന്റിമീറ്റർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ എന്താണ്, ഇറ്റ് റിക്വയർസ് ഫിൽറ്റേർഡ് സൺലൈറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് നാച്ചുറൽ ഷെയ്ഡ്. ട്രീ ഷുഡ് ബി ഗ്രോൺ ടു പ്രൊവൈഡ് ഷെയ്ഡ്. അപ്പം നമുക്ക് നാച്ചുറൽ ഷെയ്ഡ് ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് അതിന് ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് വെക്കണം. പിന്നെ ലൈഫ് സപ്പോർട്ട്സ് വേണം. 4 ലൈഫ് സപ്പോർട്ടിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. പ്ലുമേറിയ ആൽബ, എറിത്രീന ലിത്തോസ്പെർമം, ജെട്രോഫ കാർക്കസ് ആൻഡ് ഗ്ലൈറിസീലിയ മാക്യുലേറ്റ. ദീസ് ആർ സ്യൂട്ടബിൾ ആസ് ലൈഫ് സപ്പോർട്ട്സ് ഫോർ വാനില. ഓക്കെ, പിന്നെ വാനില വരുമ്പോഴത്തേക്കും വാനിലയിൽ നിന്ന് നമ്മൾ ഏതാണ്, വാനിലയിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ഐസ്ക്രീം ഫ്ലേവർ ഒക്കെ കിട്ടുന്ന വാനിലയുടെ പോഡ് ഉണ്ട്. ആ പോഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന വാനിലിനാണ് നമുക്ക് ഐസ്ക്രീമിനൊക്കെ ഫ്ലേവർ വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ വാനില എന്ന് പറയുന്ന ഒരു ക്രോപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാർവെസ്റ്റിംഗ്, പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് വാനിലിന്റെ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ വാനിലിൻ ആണ് ആ കെമിക്കൽ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് വാനിലിൻ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ മാനുവറിങ്, ടൈം ആൻഡ് മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ് ഒക്കെയാണ്. അപ്പം വാനില ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ പ്ലാന്റിംഗ് ഷൂട്ട് കട്ടിങ്സ് ആണ് പ്ലാന്റ് ചെയ്യുന്നതെന്നും പിന്നെ കുറച്ച് അതിന്റെ സ്പേസിങ് കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. മാനുവറിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് പോളിനേഷൻ, ഹാർവെസ്റ്റിംഗ്, ക്യൂറിംഗ്. പോളിനേഷൻ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ വാനിലയെ പറ്റി വലിയ കാര്യമായിട്ട് പിന്നെ അധികം അങ്ങനെ പറഞ്ഞിട്ടില്ല, നമുക്ക് POP-യിൽ അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. പിന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിൽറ്റ് വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഫിസേറിയം ഓക്സിസ്ഫോർമ, അതായത് ഫംഗസ്, ഫിസിയോറിയം എന്ന് പറയുന്ന ഫംഗസ് കോസ് ചെയ്യുന്ന വിൽറ്റ് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് മാനേജ്മെന്റ് മെഷേഴ്സ്, ഒരു 5 മാനേജ്മെന്റ് മെഷേഴ്സ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി, അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. ദെൻ അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വാനില കൾട്ടിവേഷൻ. ഇനി നമുക്ക് വാനിലയുടെ കൾട്ടിവേഷനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പറയുന്നുണ്ട് വാനില ക്യാൻ ബി പ്ലാന്റഡ് ആസ് ആൻ ഇന്റർ ക്രോപ്പ് ഇൻ കോഫി, കോക്കനട്ട്, അരക്കനട്ട് എക്സെട്ര. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, സെൽഫ് പോളിനേഷൻ ഈസ് പോസിബിൾ ഇൻ വാനില എന്ന് പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും? നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദിസ് പറയുന്നുണ്ട്. ഇനി പറഞ്ഞും കൂടെ ഉള്ളൂ, വാനില ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാനിലയുടെ കൾട്ടിവേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് വിചാരിക്കുക. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് വാനില ക്യാൻ ബി പ്ലാന്റഡ് ആസ് ആൻ ഇന്റർ ക്രോപ്പ് ഇൻ കോഫി, കോക്കനട്ട്, അരക്കനട്ട്. നമുക്കത് എന്താന്ന് പറയാം. വാനില ആക്ച്വലി ഒരു ക്ലോസ്ലി ബീങ് എ ക്ലോസ്ലി പ്ലാന്റ്, നമുക്ക് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ വാനില കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ, പ്യൂർ ആയിട്ട് വാനില കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇന്റർ ക്രോപ്സ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ വാനില നമുക്ക് മറ്റ് ക്രോപ്സ് ഉണ്ട്, കോഫി, കോക്കനട്ട്, അരക്കനട്ടിന്റെ ഒക്കെ ഇന്റർ ക്രോപ്പ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അത് നമുക്ക് ആഫ്റ്റർ കൾട്ടിവേഷനിൽ പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ എ, വാനില ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ് എന്നാണ് പറയുന്നത്. ശരിക്കും വാനില പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വാനില ഒരു ഓർക്കിഡേസിയ ഫാമിലിയിൽ വരുന്നത്. അപ്പൊ ഓർക്കിഡ്സിന്റെ കേസിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? സീഡ് പ്രൊപ്പഗേഷൻ പാടാണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പം സെയിം കേസ് ഇവിടെയാണ്, വാനിലയെ നമുക്ക് സീഡ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പാടാണ്. അപ്പൊ വാനില യൂഷ്വലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഷൂട്ട് കട്ടിങ്സ് വെച്ചിട്ടാണ്, അതിന്റെ കട്ടിങ്സ് എടുത്തിട്ടാണ്. അപ്പൊ അത് ഓപ്ഷൻ എ തെറ്റാണ്. അപ്പം കട്ടിങ് സീഡ്സിന് വരെ കട്ടിങ്സ് ആയിരുന്നു വരേണ്ടത്. ഓപ്ഷൻ സി എന്ന് പറയുന്നതും സെൽഫ് പോളിനേഷൻ ഈസ് പോസിബിൾ ഇൻ വാനില എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് പോളിനേഷൻ, ഹാർവെസ്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനകത്ത് പറയുന്നുണ്ട്. ഫ്ലവറിംഗ് ഓഫ് വൈൻ കമൻസസ് യൂഷ്വലി അബൌട്ട് 3rd ഇയറിൽ തൊട്ട് ഇത് ഫ്ലവർ ചെയ്ത് തുടങ്ങും. ഇൻഫ്ലോറസൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലീഫ് ആക്സിസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് ഒരു നമുക്ക് ഈ നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിഞ്ചിങ് ഒക്കെ, ഫ്ലവർ ക്രോപ്സിന്റെ ഒക്കെ നുള്ളിക്കളയുന്ന പോലെ ഒരു ലൈറ്റ് നിപ്പിംഗ്, ഒരു ടെർമിനൽ ഷൂട്ട്സിന് നുള്ളിക്കളയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ഡ്യൂ ടു ദ പെക്യൂലിയർ സ്ട്രക്ചർ ഓഫ് ദ ഫ്ലവേഴ്സ് സെൽഫ് പോളിനേഷൻ ഈസ് നോട്ട് പോസിബിൾ. അതായത് വാനിലയുടെ ഒരു പെക്യൂലിയർ ഒരു ഫ്ലവർ സ്ട്രക്ചർ ഉണ്ട്. അത് ഇൻ ഡീറ്റെയിൽ ഞാനത് പറയുന്നില്ല. അതിന്റെ കൊറോള സ്ട്രക്ചറിന് കുറച്ച് പേരുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. അപ്പൊ ഡിഫക്ട്സ് അല്ല, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല, അതായത് സെൽഫ് പോളിനേഷൻ ഇസ് നോട്ട് പോസിബിൾ. സെൽഫ് പോളിനേഷൻ ഡ്യൂ ടു ദ പെക്യൂലിയർ സ്ട്രക്ചർ ഓഫ് ദ ഫ്ലവർ സെൽഫ് പോളിനേഷൻ ഇസ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. ഹെൻസ് ഹാൻഡ് പോളിനേഷൻ ഈസ് അഡോപ്റ്റഡ് ഫോർ ഫ്രൂട്ട് സെറ്റ്. നമ്മൾ ഹാൻഡ് പോളിനേഷൻ ആണ് സാധാരണ ചെയ്യാറ്. അപ്പം സെൽഫ് പോളിനേഷൻ ഈസ് പോസിബിൾ എന്നല്ല, ഇസ് നോട്ട് പോസിബിൾ എന്നായിരുന്നു വരേണ്ടത്. അപ്പൊ ഇത്രയുമാണ് ഇപ്പം ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാനിലിൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. അതായത് ദ പോഡ് സ്ട്രൈപ്പൻ ഇൻ അബൌട്ട് 9 to 11 months ടൈം, ഒരു 9 മുതൽ 11 മാസം ആകുമ്പോഴത്തേക്കും വാനിലയുടെ പോഡ് ഡെവലപ്പ് ആയി വരും. അതിൽ നിന്നാണ് നമുക്ക് ഐസ്ക്രീമിനൊക്കെ ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ടുള്ള വാനിലിൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, വാനിലിൻ അതിന്റെ കാര്യം പറയുന്നത് ബിഫോർ അറ്റൈനിങ് മെച്യൂരിറ്റി ദ ഫ്രൂട്ട് ഈസ് ഡാർക്ക് ഗ്രീൻ കളർ ആൻഡ് വെൻ റൈപ്പ് യെല്ലോയിങ് കമൻസസ്. പോഡ്സിനെ കളക്ട് ചെയ്തതിനു ശേഷം if allowed to remain on wine further points into split ചെയ്തു പോകും. അപ്പം ആ കറക്റ്റ് സമയത്ത് മെച്യൂരിറ്റി ടൈമിൽ അത് എടുക്കുക. പിന്നെ ഫ്രീ വാനിലിൻ ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ ബീൻസ് വെൻ ദേ ആർ ഹാർവെസ്റ്റഡ്. ബീൻസ് ഡു നോട്ട് ഹാവ് ദ അരോമ അറ്റ് സ്റ്റേജ്. Vanillin is developed as a result of enzyme action on a glycoside ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ക്യൂറിംഗ് ഓഫ് ബീൻസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വാനില പ്ലാന്റിൽ നിൽക്കുമ്പോൾ വാനിലയുടെ പോഡ് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വാനില ഫ്ലേവർ ഉണ്ട് ഐസ്ക്രീമിന്റെ, ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണമെന്നില്ല. അതായത് ആ ഒരു ഹാർവെസ്റ്റിംഗ് ടൈമിൽ വാനിലിൻ ആ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ ആ പോഡ് ക്യൂറിംഗിന്റെ സമയത്താണ്, അതായത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ക്യൂറിംഗിന്റെ സമയത്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നതും ഒരു എൻസൈം ആക്ഷൻ വഴി എന്ത് വാനിലിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ അത് എങ്ങനെ ക്യൂർ ചെയ്യുന്നതാണ്. ക്യൂറിംഗ് ഓഫ് വാനില ഇൻവോൾവ്സ് ഇമ്മേഴ്സിംഗ് ദ ബീൻസ് ഇൻ ഹോട്ട് വാട്ടർ.
ഹോട്ട് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ടാണ്. അതിന്റെ ഫർദർ കുറച്ച് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ എനിവേ ആ ക്യൂറിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുമ്പോഴാണ് വാനിലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു പക്ഷെ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം, ഞാനത് ഇൻക്ലൂഡ് ചെയ്തില്ല ഇവിടെ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതായത് വാനിലിൻ ഈസ് പ്രസന്റ് ഇൻ ദ പോഡ് ഇൻ ദ പ്ലാന്റ് ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ പ്ലാന്റിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് ടൈമിലോ ഉണ്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രൂ, ഇറ്റ് ഇസ് ഫാൾസ്. ദാറ്റ് ഇസ് എന്താണ്? Vanillin is developed as a result of enzyme action during the process of curing of the beans. Okay. അപ്പൊ ഇത്രയുമാണ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് ആദ്യം സ്വന്തമാക്കാൻ ടെക്പിഎസ് ഒരുക്കുന്നു അഗ്രി സ്മാർട്ട് ബൂസ്റ്റർ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. 5000-ലധികം topic wise multiple choice questions with detailed explanation. 20ഓളം PSC model mock testuകൾ with feedback, doubt clearance and mentorship till exam date എന്നിവയടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ടെക്പിഎസ്സിയുടെ 100K സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 799 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു പാക്കേജ് സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വാനില എന്ന് പറയുന്ന ഒരു ക്രോപ്പ് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അതിനകത്ത് ഓർത്ത് വെച്ച് പഠിക്കാനായിട്ടുള്ളൂ. നെക്സ്റ്റ് ഇസ് സിഞ്ചിബിർ ഒഫിഷ്യനേൽ ഈസ് എ സയന്റിഫിക് നെയിം ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടർമറിക് ആണോ, ജിഞ്ചർ ആണോ, ക്ലോവ് ആണോ, ബ്ലാക്ക് പെപ്പർ ആണോ? ജിഞ്ചർ. ജിഞ്ചർ എന്ന് പറയുന്നുണ്ട്. യെസ്, ജിഞ്ചറിന്റെ സയന്റിഫിക് നെയിം ആണ്. ബാക്കിയുള്ളതിന്റെ ജസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ടർമറിക്കിന്റെ സയന്റിഫിക് നെയിം എന്താ? മഞ്ഞളുടെ സയന്റിഫിക് നെയിം? കുർക്കുമ ലോങ്ങയാണ് ടർമറിക്കിന്റെ സയന്റിഫിക് നെയിം. ക്ലോവ് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലോവിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? സിസിജിയം അരോമാറ്റിക്കം. ദെൻ ബ്ലാക്ക് പെപ്പറിന്റെത് പൈപ്പർ നൈഗ്രം ആണ് ബ്ലാക്ക് പെപ്പർ. അപ്പൊ അത് എല്ലാവർക്കും സയന്റിഫിക് നെയിം അറിയാം. എല്ലാ ക്രോപ്പിന്റെ സയന്റിഫിക് നെയിം പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ചോദിക്കുന്നത് സീഡ് റേറ്റ് ഓഫ് ജിഞ്ചർ. ഇനി ജിഞ്ചറിന്റെ സീഡ് റേറ്റ് ആണ് ചോദിക്കുന്നത്. ഒന്ന് നോക്കിക്കേ. 1500 കിലോഗ്രാം പെർ ഹെക്ടർ, 2000, 1000, 2500. 1500 കിലോഗ്രാം പെർ ഹെക്ടർ. യെസ്, 1500 kg പെർ ഹെക്ടർ ആണ്. നമുക്ക് സീസൺ ആൻഡ് മെത്തേഡ് ഓഫ് പ്ലാന്റിംഗ് എന്നുള്ള ഹെഡിങ്ങിന് അണ്ടറിൽ നമുക്ക് അതിന്റെ മെത്തേഡ് ഓഫ് പ്ലാന്റിംഗും അതിന്റെ സീഡ് റേറ്റും പറയുന്നത്. 1500 കിലോഗ്രാം പെർ ഹെക്ടർ ആണ്. നമ്മൾ എങ്ങനെയാണ് ജിഞ്ചറിന്റെ പ്രൊപ്പഗ്യൂളർ റൈസോം ആണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ പ്ലാന്റ് റൈസോം ബിറ്റ്സ് ഓഫ് 15 ഗ്രാം, അതായത് 15 ഗ്രാം വെയിറ്റ് ഉള്ള ചെറിയ ബിറ്റ്സ് ആയിട്ട്, ചെറിയ എന്താ പറയാ, ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ അതിന് എടുക്കുന്നത്. ഒരു ബഡോട് കൂടിയ, ഒരു ഡെവലപ്പിംഗ് ബഡോട് കൂടിയ ഒരു 15 ഗ്രാം വെയിറ്റ് ഉള്ളതിന് എടുക്കുന്നു. എന്നിട്ട് 20x20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25x25 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വയബിൾ ആയിട്ടുള്ള ഹെൽത്തി ബഡ് മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിലാണ് നടുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഒരു സ്റ്റേറ്റ്മെന്റിലോ, അല്ലെങ്കിൽ ആ സ്പേസിംഗ് നമുക്ക് 2 തരത്തിലുള്ള സ്പേസിംഗ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. ഒന്ന് 20x20 മറ്റേ 25x25. ഓക്കെ. പിന്നെ അതിന്റെ താഴെ സീഡ് റേറ്റ് കൊടുക്കുന്നുണ്ട് 1500 കിലോഗ്രാം പെർ ഹെക്ടർ. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ് റൈസോം ബിറ്റ്സ് ഓഫ് 15 ഗ്രാം വെയിറ്റ് ഇൻ സ്മോൾ പിറ്റ്സ് അറ്റ് എ സ്പേസിംഗ് ഓഫ് 20 cm/20 cm, 25 cm/25 cm. ഇതുപോലെ തന്നെയാണ് നമുക്ക് മഞ്ഞളുടെ കേസൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ നടുന്ന രീതി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഈ ഒരു ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ സീഡ് റേറ്റ് ചോദിക്കാം. ദാറ്റ് ഇസ് 1500 കിലോഗ്രാം പെർ ഹെക്ടർ. നമ്മൾ ഈ സീഡ് റേറ്റ് ഒക്കെ പറയുമ്പോൾ എപ്പോഴും ഗ്രാം പെർ ഹെക്ടർ ആണോ, കിലോഗ്രാം പെർ ഹെക്ടർ ആണോ, ഇനി ചിലയിടത്ത് നമ്മൾ ഗ്രാം പെർ പ്ലാന്റ് എന്ന് പറയും, ഗ്രാം പെർ വൈൻ പെർ പ്ലാന്റ്, അങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ അത് യൂണിറ്റ് നിങ്ങൾ നോട്ട് ചെയ്യാട്ടോ. ഒരു സബ്ജക്റ്റീവ് ഉള്ള ഒരു എക്സാമിനോ അല്ലെങ്കിൽ എഴുതുമ്പോഴാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താ പറയാ, യൂണിറ്റ് എഴുതുക. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൽ ഇത് രണ്ടും കൊടുത്താലും നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ ജിഞ്ചർ? മാംഗോ ജിഞ്ചറിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മാങ്ങ ഇഞ്ചി, കുർക്കുമ അമാദ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം.
യെസ്, കുർക്കുമ അമാദയാണ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മാംഗോ ജിഞ്ചർ. അടുത്ത ഒരു ക്രോപ്പ് നമുക്ക് പഠിക്കാനുള്ളത് മാംഗോ ജിഞ്ചർ ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കുർക്കുമ ലോങ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എന്താണ്? മഞ്ഞള്. മഞ്ഞള്. കുർക്കുമ അരോമാറ്റിക്, കസ്തൂരി. ലോങ് കുർക്കുമ അരോമാറ്റിക്ക എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ. അപ്പൊ അത് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് മാങ്ങ ഇഞ്ചി, മാംഗോ ജിഞ്ചർ, കുർക്കുമ അമാദ. ഓക്കെ, അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇനി വരുന്ന അടുത്ത 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ പഠിക്കാം. മാംഗോ ജിഞ്ചറിന്റെ സയന്റിഫിക് നെയിം, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു അണ്ടർ എക്സ്പ്ലോർഡ് സ്പൈസ് ക്രോപ്പ് ആണ്. അതെന്താ, ട്രോപ്പിക്കൽ സോയിൽസിൽ നല്ല ഡ്രെയിനേജ് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒത്തിരി അധികം മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ക്രോപ്പ് കൂടിയാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ്, എങ്ങനെയാണ് നമ്മൾ ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നതും, സീസണൽ മെത്തേഡ് ഓഫ് പ്ലാന്റിങ്, പിന്നെ മാന്യൂറിങ്, വളരെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നില്ല. ഈ പ്ലാന്റ് പ്രൊട്ടക്ഷന്റെ അടുത്തൊക്കെ നമ്മൾ ഈ കോണോഗീത്തസ് സ്പഞ്ചിഫെറാലിസ് ഒക്കെ ഓൾറെഡി നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർഡമത്തിന്റെ അടുത്ത് ഷൂട്ട് ആൻഡ് ക്യാപ്സ്യൂൾ ബോറർ. അപ്പൊ അത് അതേ റിലേറ്റഡ് റൈസോം ആ ഒരു ഏരിയയിൽ വരുന്ന മിക്ക ക്രോപ്സിലും ഈ പറയുന്ന കോണോഗീത്തസ് സ്പഞ്ചിഫെറാലിസ് ഷൂട്ട് ബോറർ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ജിഞ്ചറിലും ടർമറിക്കിലും മാംഗോ ജിഞ്ചറിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ആ ഒരു പെസ്റ്റിന്റെ പേര് കോണോഗീത്തസ് സ്പഞ്ചിഫെറാലിസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, IASR വിശ്വശ്രീ ഈസ് എ വെറൈറ്റി ഓഫ്. IASR വിശ്വശ്രീ എന്തിന്റെ വെറൈറ്റി ആണ്? മൈസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ഓപ്ഷൻ ബി മിറിസ്റ്റിക്ക, അല്ലെങ്കിൽ മിറിസ്റ്റിക്ക എന്ന് പറയുന്നത് മിറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. മിറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് എന്താണ്? നട്മഗ്. നട്മെഗ് അല്ലെങ്കിൽ ജാതിയാണ്. നട്മെഗ് അല്ലെങ്കിൽ ജാതിയാണ്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഇസ് IASR വിശ്വശ്രീ എന്ന് പറയുന്നത് ജാതിയുടെ അല്ലെങ്കിൽ നട്മെഗിന്റെ വെറൈറ്റി ആണ്. നട്മെഗിന്റെ സയന്റിഫിക് നെയിം ആണ് മിറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നമുക്കറിയാം. കുർക്കുമ അരോമാറ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തായിരുന്നു? നമ്മുടെ കസ്തൂരി മഞ്ഞൾ. പൈപ്പർ നൈഗ്രി നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? കുരുമുളക്. കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. ദെൻ ടാമരിന്ത് സിൻഡിക്ക എന്ന് പറയുന്നത് ടാമരിന്ത്. അതായത് നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, ടാമരിന്തിന്റെ സയന്റിഫിക് നെയിമാണ്. അതുകൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പഴയ PUP നോക്കുകയാണെങ്കിൽ നട്മെഗിന്റെ ഒരൊറ്റ വെറൈറ്റി, ദാറ്റ് ഇസ് IASR വിശ്വശ്രീ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ 1-2 വെറൈറ്റീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വെറൈറ്റീസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. KAU പുന്നന്താനം എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഇതിന്റെയൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത് ഹൈ ഈൽഡിംഗ് വെറൈറ്റി ആണെന്നുള്ള രീതിയിലും, പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട് റോട്ടിൻ റെസിസ്റ്റൻസ്. ഇപ്പം KU പുന്നത്താനം എന്ന് പറയുന്ന വെറൈറ്റി ലോ ഇൻസിഡൻസ് ഓഫ് ഫ്രൂട്ട് റോട്ട് കോസ്റ്റ് ബൈ ഡിപ്ലോഡിയ സ്പീഷീസ്. ഡിപ്ലോഡിയ എന്ന് പറയുന്നത് ഈ ജാതിയുടെ ഫ്രൂട്ട് റോട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്തജൻ ആണ്. അപ്പൊ അതിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടും എല്ലാ ഇതിനകത്തും എടുത്തു പറയുന്നത് അത് ഏത് ഏരിയയിലേക്ക് സ്യൂട്ടബിൾ ആണ്. ചിലത് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ KU പുന്നത്താനം എന്ന് പറയുന്ന വെറൈറ്റി ദറ്റ് ഇസ് റെക്കമെൻഡഡ് ഫോർ കൾട്ടിവേഷൻ ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്, എല്ലാ സ്ഥലത്തും പറ്റുന്നുള്ളതും. KU പുലൻ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ഫോർ കൾട്ടിവേഷൻ, അതും ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് ആണ്. ദെൻ കൊച്ചുകുടി, KU കൊച്ചുകുടി റെക്കമെൻഡഡ് ഫോർ കൾട്ടിവേഷൻ തൃശൂർ ഡിസ്ട്രിക്ട്. അപ്പം ഒരു എക്സ്ക്ലൂസീവ് അവിടത്തേക്ക് പറയുന്നുണ്ട്, തൃശൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ തുണ്ടത്താനം എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ഫോർ പാലക്കാട് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ പൂത്തുറ എന്ന് പറയുന്നത് that is recommended for cultivation in കോട്ടയം ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ സിംഗിൾ നട്ട് വെയിറ്റ് പറയുന്നുണ്ട്, സിംഗിൾ മെയ്സ് വെയിറ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ജാതിപത്രി ഉണ്ടല്ലോ, അതിന്റെയൊക്കെ വെയിറ്റ്, നമ്മുടെ ജാതിക്കയുടെ സീഡ് നമുക്കറിയാം, അല്ലെങ്കിൽ ആ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാലോ, ജാതിപത്രി, മെയ്സ്, കേർണൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ആ ജാതിപത്രി ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ വീട്ടിലൊക്കെ മസാല പാക്കറ്റ് വാങ്ങുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഓരോ വെറൈറ്റിക്കും അതിന്റെയൊക്കെ വെയിറ്റ് അനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊന്നും ഒരു വെയിറ്റ് അങ്ങനെയുള്ള രീതിയിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരിക്കും. ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ത്രൂ ഔട്ട് ദ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് സ്യൂട്ടബിൾ ആണെന്ന് കൊടുത്തത് കൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ IASR വിശ്വശ്രീ കൂടാതെ ഇത്രയും വെറൈറ്റീസ് കൂടെ എന്തിനുണ്ട്? നട്മെഗ് അല്ലെങ്കിൽ മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ഉണ്ട്. മിരിസ്റ്റിക്കേസിയ ഫാമിലിയാണ് കേട്ടോ മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് കുറച്ചുള്ളതിന്റെ ഒക്കെ പറയുന്നില്ല. ജിഞ്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫാമിലി നമുക്ക് സിഞ്ചിബെറേസിയാണ്, സിഞ്ചിബർ ഒഫിഷ്യനയിലാണ്, സിഞ്ചിബെറേസി ഫാമിലിയാണ്. ദെൻ അടുത്തത് ടാമരിന്ത്, നമ്മുടെ പുളി, വാളൻ പുളി. ദാറ്റ് ഇസ് പ്രൊപ്പഗേറ്റഡ് ബൈ മീൻസ് ഓഫ്. എന്ത് വഴിയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സീഡ് ആണോ, ബഡിങ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഗ്രാഫ്റ്റിംഗ്. ഒരാള് ഗ്രാഫ്റ്റിംഗ് പറയുന്നുണ്ട്. ടാമരിന്ത് നമുക്ക് ഗ്രാഫ്റ്റിംഗ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പറയുന്നു. പിന്നെ വേറെ എന്തെങ്കിലും? ബഡിങ് ഒരാൾ പറഞ്ഞു, ഒരാൾ ഓൾ ഓഫ് ദീസ് പറഞ്ഞു. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് ആക്ച്വലി ഓൾ ഓഫ് ദീസ്. അതായത് നമുക്ക് ടാമരിന്തിനെ പറ്റിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് അങ്ങ് നോക്കാം.
ടാമറിൻഡിസ് ഇൻഡിക്ക എന്നാണ്. ഇതൊരു ട്രീ സ്പൈസ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ, നമുക്ക് സ്പൈസസിന്റെ ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് വേണമെങ്കിലും സീഡ് സ്പൈസ്, ട്രീ സ്പൈസ്, ഹെർബൽ സ്പൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്ക് ടാമറിൻഡ്, നട്ട്മെഗ് എന്നൊക്കെ പറയുന്നത്, സിനമൺ എന്നൊക്കെ പറയുന്നത് ട്രീ സ്പൈസ് ആണ്. നമ്മുടെ ചെറിയ ജീരകം, ക്യുമിന്, ഫെനൽ, അതുപോലെ തന്നെ അങ്ങനെ വരുന്നതൊക്കെ എന്താണ്, സീഡ് സ്പൈസും ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ബേസ് അത് അറിയാമെന്ന് വിശ്വസിക്കുന്നത്, എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ ചോദിക്കാം. അപ്പൊ അതിനകത്ത് ടാമറിൻഡ് എന്ന് പറയുന്നത് ഒരു ട്രീ സ്പൈസ് ആണ്, വാളൻപുളി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പ്രൊപ്പഗേഷൻ ടെക്നിക്കാണ് അടുത്ത് പറയുന്നത്. പിന്നെ അതിനകത്ത് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ മീൻസ് ഓഫ് സീഡ്സ്, ഗ്രാഫ്സ് ആൻഡ് ബഡ്ഡിംഗ് എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡ്യൂ ടു യുറാറ്റിക് ബിയറിംഗ് ഓഫ് സീഡ്ലിംഗ് പ്രോജനി, ഗ്രാഫ്റ്റ്സ് ആർ സക്സസ്ഫുള്ളി യൂസ്ഡ് ആസ് പ്രൊപ്പഗേറ്റും. ഗ്രാഫ്റ്റിംഗ് നമുക്ക് ചെയ്യാം, സക്സസ്ഫുള്ളി ചെയ്യാമെന്നും. പിന്നെ താഴെ ബഡ്ഡിംഗ് ഈസ് ഡൺ ഓൺ എന്താ പറയാ 9 month ഓൾഡ് സാപ്ലിങ്സ് ഫോർ ഹയർ സക്സസ്. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സീഡിനകത്ത് എന്താണ് ഒരു ഹൈ വേരിയബിലിറ്റി വരുന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ജനറലി ചോദിച്ചിരിക്കുകയായിരുന്നു, ടാമറിൻഡ് ഇസ് പ്രൊപ്പഗേറ്റഡ് ബൈ മീൻസ് ഓഫ്, ടാമറിൻഡ് ക്യാൻ ബി സക്സസ്ഫുള്ളി പ്രൊപ്പഗേറ്റഡ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരുപക്ഷെ ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ സൈഡ് ഗ്രാഫ്റ്റിംഗ് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ടാമറിൻഡ് നമുക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലും ചെയ്യാം. സീഡ് വഴിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹൈ വേരിയബിലിറ്റി ഉണ്ടാക്കും, ഒരുപാട് ടൈം എടുക്കും ബിയറിങ്ങിനും. അതാണ് അവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ സീഡും ബഡ്ഡിങ്ങും, അതുപോലെ സീഡ് പ്രൊപ്പഗേഷനും വെജിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിട്ടുള്ള ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗും നമുക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് കുടംപുളി? നമ്മുടെ കുടംപുളിയുടെ സയന്റിഫിക് നെയിം എന്താണെന്നാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഗാർസീനിയ ഗമ്മിഗുട്ട വെറൈറ്റി ഗമ്മിഗുട്ട എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കുടംപുളി എന്ന് പറയുന്നത് നമ്മുടെ കാംബോജ് ആണ് കുടംപുളി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ കുടംപുളി. ഇനി ഓപ്ഷൻ ബി ആണ് ആൻസർ പറഞ്ഞത്. ആൻസർ കറക്റ്റ് ആണ്. ഗാർസീനിയ ഗമ്മിഗുട്ട വെറൈറ്റി ഗമ്മിഗുട്ടയാണ്. നമ്മൾ ഈ എനിക്കൊന്ന് ഗാർസീനിയ മാംഗോസ്റ്റീൻ പഠിച്ചപ്പോൾ നമ്മൾ റിലേറ്റഡ് സ്പീഷീസ് ഓഫ് ഗാർസീനിയ മാംഗോസ്റ്റീനകത്ത് ഗാർസീനിയ ഇതും കാംബോജും ഗാർസീനിയ ഇൻഡിക്ക ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഗാർസീനിയ ഇൻഡിക്ക എന്തായിരുന്നു? ഗാർസീനി ഇൻഡിക്ക നമ്മൾ അന്നേരം പറഞ്ഞായിരുന്നു. ഗാർസീനി ഇൻഡിക്ക കൊക്കം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന അമോമം സുബിലേറ്റും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അമോമം സുബിലേറ്റം നമ്മൾ ആദ്യം പഠിച്ച അതായത് സ്പൈസിനകത്ത് പഠിച്ചതിനകത്ത് ഒരെണ്ണത്തിനകത്ത് വന്നിട്ടുണ്ട് അമോമം സുബിലേറ്റം. എനിവൺ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, മറന്നുപോയോ എല്ലാവരും? അമോമം സുബിലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് കാർഡമം. നമ്മൾ സ്മോൾ കാർഡമും ലാർജ് കാർഡമും പഠിച്ചു. നമ്മൾ പെട്ടെന്ന് കാർഡമത്തിന്റെ സയന്റിഫിക് നെയിം, നമുക്ക് പെട്ടെന്ന് കാർഡമം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളത് നമ്മുടെ സ്മോൾ കാർഡമാണ്. പക്ഷെ സ്മോൾ കാർഡമും ഉണ്ട്, ലാർജ് കാർഡമും ഉണ്ട്. അപ്പൊ എന്താ സ്മോൾ കാർഡമത്തിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? മറന്നുപോയോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾ ഈ വരുന്ന കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് കൃത്യമായിട്ട് തന്നെ വായിച്ചു പോണേ. കാർഡമം, നമുക്ക് സ്മോൾ കാർഡമത്തിന്റെ സയന്റിഫിക് നെയിം എലറ്റേറിയ കാർഡമമാണ് നമ്മുടെ സ്മോൾ കാർഡമം. ലാർജ് കാർഡമം നമുക്ക് നേപ്പാൾ കാർഡമം എന്ന് പറയും. അതിന്റെ സയന്റിഫിക് നെയിമാണ് അമോമം സുബിലേറ്റം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്പൈസസിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമോമം സുബിലേറ്റം. ഓക്കെ. ദെൻ ഗാർസീനിയ ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? കൊക്കം. പിന്നെ നമുക്ക് ഗാർസീനിയ ജീനസിൽ വരുന്ന ഒന്നാണ് ഗാർസീനിയ മാംഗോസ്റ്റിയാനോ എന്ന് പറയുന്നത് നമ്മുടെ മാംഗോസ്റ്റി. ഇനി ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ പറയാനുള്ളത്, ഗാർസീനിയം ഒരു എന്താ പറയാ ട്രീ സ്പൈസ് ആണ്. പിന്നെ ഇതിനകത്ത് ദ എക്കണോമിക് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് ഇറ്റ്സ് മെച്ചർ ഫ്രൂട്ട്. നമുക്കറിയാം ഇതിന്റെ മെച്ചർ ഫ്രൂട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. ഹൈലി അസിഡിക് ആണ്. പിന്നെ അതിനകത്ത് ദ എക്സ്ട്രാക്ട് ഒബ്റ്റൈൻഡ് ഫ്രം ദ മെച്ചർ ഫ്രൂട്ട് ദാറ്റ് ഇസ് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ഉണ്ട്, അട്രാക്ട്സ് ഫോറിൻ മാർക്കറ്റ്സ്. ആയതും അതിന്റെ മെഡിസിനൽ പർപ്പസ് ആണ് പറയുന്നത്. ഈ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് പാരാഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്നാണ് പറയുന്നത്. അതാണ് മൈനസ് ഇട്ടേക്കുന്നത്. പാരാഹൈഡ്രോക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഫോർ ഇറ്റ്സ് യൂസ് ഇൻ മെഡിസിൻസ് ആൻഡ് കൺട്രോളിംഗ് ഒബീസിറ്റി. പലതരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടിയും ഒബീസിറ്റിക്കൊക്കെ, അതായത് അമിതവണ്ണത്തിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ ഇത് റിൻഡ് അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നത്. പിന്നെ പ്രൊപ്പഗേഷൻ ഓഫ് ട്രീസ് പറയുന്നുണ്ട്. പ്രൊപ്പഗേഷൻ ബൈ ഗ്രാഫ്റ്റിംഗ്, പ്രൊപ്പഗേഷൻ ബൈ സീഡ്ലിംഗ്, പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്. ഫസ്റ്റ് സീഡ് മെത്തേഡ് സീഡ്ലിംഗ്സ് പറയുന്നുണ്ട്.
പിന്നെ ഗ്രാഫ്റ്റിംഗ് പറയുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗിനകത്ത് സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് പറയുന്നുണ്ട്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നെ ഇതിന്റെ മെത്തേഡ്സ് അകത്തുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പല ഗ്രൂപ്പുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് മാത്രമേ പറയുന്നു. ഒന്ന് സീഡ്, പിന്നെ ഗ്രാഫ്റ്റിംഗിനകത്ത് സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗും അപ്രോച്ച് ഗ്രാഫ്റ്റിംഗും പറയുന്നുണ്ട്. പിന്നെ പ്ലാന്റിങ്ങിനകത്ത് അതിന്റെ പിറ്റ് സൈസും അതുപോലെ തന്നെ സ്പേസിംഗും ആണ് പറയുന്നത്. ഗ്രാഫ്റ്റ് ആണെങ്കിൽ 4 മീറ്റർ ബൈ 4 മീറ്റർ സ്പേസിംഗിലും, സീഡ്ലിങ്സ് ആണെങ്കിൽ 7 മീറ്റർ ബൈ 7 മീറ്റർ സ്പേസിംഗിലും നടുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ മാനേജ്മെന്റ് ഓഫ് പ്ലാന്റേഷനും പിന്നെ മാന്യൂവറിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്രൂണിങ്, കൃത്യമായ ഇടവേളയിൽ പ്രൂൺ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ പെസ്റ്റ് ആൻഡ് ഡിസീസും, ഹാർവെസ്റ്റിംഗ് ആൻഡ് പ്രോസസിങ്, ഇത്രയും കാര്യങ്ങളാണ്. ഹാർവെസ്റ്റിംഗ് പറയുമ്പോഴത്തേക്കും സീഡ്ലിംഗ് സ്റ്റാർട്ട് ബിയറിംഗ് ജനറലി അറ്റ് ദി ഏജ് ഓഫ് 10 to 12 years. അത്ര ഏജ് സീഡ്ലിംഗ്സ് ആണെങ്കിൽ കുറെ സമയം എടുക്കും. ഗ്രാഫ്റ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ബിയറിംഗ് ഫ്രം തേർഡ് ഇയർ ഓൺവേർഡ്സ് ആൻഡ് വിൽ അറ്റൈൻ ഫുൾ ബിയറിംഗ് അറ്റ് ദി ഏജ് ഓഫ് ഒരു 12 to 15 years എടുക്കും ഫുൾ ബിയറിംഗ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോസസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുടംപുളി നമുക്കറിയാം, നമ്മൾ മീൻകറിയിലൊക്കെ ഇടുന്നതും സെപ്പറേറ്റഡ് ഫ്രൂട്ട് ട്രിൻഡീസ് ഫസ്റ്റ് സൺ ഡ്രൈഡ്. അപ്പൊ അതിനെ നമ്മൾ എടുത്തിട്ട് സൺ ഡ്രൈ ചെയ്യും, സൺ ഡ്രൈ ചെയ്യുന്നു. ആൻഡ് ദെൻ എയ്തർ സ്മോക്ക് ഡ്രൈഡ് ഓർ ഓവൻ ഡ്രൈഡ്. സ്മോക്ക് ഡ്രൈഡ് പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ അടുപ്പിന്റെ സൈഡിൽ ഈ പുക അടിച്ചിട്ട് സ്മോക്ക് ഡ്രൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഡ്രൈയേഴ്സ് ചെയ്ത് കൊമേഴ്ഷ്യൽ സ്കെയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡ്രൈയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഗാർസീനിയ പൗഡറിന്റെ കാര്യം പറയുന്നുണ്ട്. ഡ്രൈയിങ് ഓഫ് ഗാർസീനിയ ഗാംബോലിയ ജ്യൂസ് ഇൻറ്റു പൗഡേർഡ് പാർട്ടിക്കിൾസ് ചെയ്തും അതൊരു മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഗാർസീനിയ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ ടെക്നോളജിയാണ് പറയുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാമ്പോജ് അല്ലെങ്കിൽ കുടംപുളി ആ ഒരു ഏരിയയിൽ പറയുന്നത്, മലബാർ ടാമരിൻ അല്ലെങ്കിൽ കുടംപുളി എന്ന് പറയുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം ഓർത്തിരിക്കുക, ഗാർസീനിയ ഗമ്മിഗുട്ട, വെറൈറ്റി ഗമ്മിഗുട്ട. പിന്നെ ഈ പാരാഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ആ എലമെന്റ് അല്ലെങ്കിൽ അതിനകത്ത് ആ കമ്പോണന്റ്, എലമെന്റ് അല്ല കമ്പോണന്റ്, അത് നമുക്ക് POP എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അത് ചോദിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്കാണെങ്കിൽ അത് ചോദിക്കാം. അതായത് നമുക്ക് ആ കെമിക്കൽ കമ്പോണന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, ഒബീസിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആ കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് കെമിക്കൽസ് തരാം. അങ്ങനെയാണെങ്കിൽ ഓർക്ക് പാരാഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ആണ്. അത്രയും കാര്യങ്ങളെ ആ ഒരു ഏരിയയിൽ പറയുന്നുള്ളൂ. അടുത്തത് അമൃതം ആൻഡ് ഹരിതം ആർ ദ വെറൈറ്റീസ് ഓഫ്. അമൃതവും ഹരിതവും എന്തിന്റെ വെറൈറ്റി ആണ്? നട്മെഗ് ആണോ, കാംബോജ് ആണോ, ടാമരിന്ത് ആണോ, ക്ലോവ് ആണോ? ഏതാണ്? ഓപ്ഷൻ ബി കാമ്പോച്ച്. കാംബോജ്. നമ്മളിപ്പം പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ കുടംപുളി. കുടംപുളിയുടെ ബാക്കി എല്ലാം പറഞ്ഞപ്പം നമ്മൾ വെറൈറ്റീസ് പറഞ്ഞിരുന്നില്ല. വെറൈറ്റീസ് ഇതാണ്, അമൃതവും ഹരിതം. അമൃതം ആൻഡ് ഹരിതം, ഇങ്ങനെ രണ്ട് വെറൈറ്റീസ് ആണ് നമുക്കുള്ളത്, അമൃതം ആൻഡ് ഹരിതം. അത് ഓർത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതിന്റെ ആൻസർ കാംബോജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, KAU നിത്യ ഈസ് എ വെറൈറ്റി ഓഫ്. KAU നിത്യ എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണ്? ഓപ്ഷൻ എ കുടംപുളി, ദെൻ വിങ്ഡ് ബീൻ, കസ്തൂരി മഞ്ഞൾ, ബോത്ത് എ ആൻഡ് ബി. ഏതാണ്? കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ എന്ന് ഒരാൾ പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. കസ്തൂരി മഞ്ഞൾ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും? ഇതൊരു ഇമ്പോർട്ടന്റ് വെറൈറ്റി ആണ്. പക്ഷെ ഓപ്ഷൻ ഒരാൾ വിങ്ഡ് ബീൻ പറഞ്ഞു, ഒരാൾ ഓപ്ഷൻ എ കുടംപുളി പറഞ്ഞു. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ആൻസർ ഇസ് ബോത്ത് എ ആൻഡ് ബി. അതായത് KAU നിത്യ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പച്ചക്കറി വെജിറ്റബിൾസ് പഠിച്ചപ്പോൾ വിങ്ഡ് ബീനകത്ത്, സോറി വെജിറ്റബിൾസിനകത്ത് നിങ്ങൾ ഒരുപക്ഷെ വിങ്ഡ് ബീൻ, അതായത് വിങ്ഡ് ബീൻ എന്ന് പറയുന്നത് നമ്മുടെ ചതുരപ്പയറിനകത്ത് രണ്ട് വെറൈറ്റിയാണ് KAU എന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. പണ്ടേ റിലീസ് ചെയ്തതിന് രേവതി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിഞ്ഞു കാണുമല്ലോ എന്തായാലും. ഇല്ല, വെജിറ്റബിൾസിന്റെ ക്ലാസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞോ? ഇനി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. വിങ്ഡ് ബീനകത്ത് റീസെന്റ് നമുക്ക് KAU റിലീസ് ചെയ്ത വെറൈറ്റിയാണ് KAU നിത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടംപുളിയിലും ഇതേ പേരിലുള്ള വെറൈറ്റി ഉണ്ട്. അതായത് അമൃതം ഹരിതം നേരത്തെ പറഞ്ഞു, അത് കൂടാണ്ട് KAU നിത്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരേ പേരിലുള്ള ചില വെറൈറ്റീസ് ഒക്കെ വരും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. ടോപ്പ് കുടംപുളി ആൻഡ് വിങ്ഡ് ബീൻ ആണ്, കസ്തൂരി മഞ്ഞൾ. ഓക്കെ, നെക്സ്റ്റ് ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ജിഞ്ചർ ഹാർവെസ്റ്റിംഗ് ആൻഡ് പ്രോസസിംഗ്. അപ്പൊ നമ്മൾ ഇനി കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ജിഞ്ചറിന്റെ ഹാർവെസ്റ്റിംഗും അതുപോലെ തന്നെ പ്രോസസിംഗ് റിലേറ്റഡ് ആണ്. അതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇൻകറക്റ്റ്. ഫോർ വെജിറ്റബിൾ ജിഞ്ചർ the crop can be harvested from 6th month onwards. Then for dry ginger, harvest the crop between 245 to 260 days. And ginger oil is prepared commercially by steam distillation of dried powder ginger. ഏതാണ്? നൺ ഓഫ് ദ എബോ. ഇതിനകത്ത് ഏതാ തെറ്റായി കൊടുത്തിരിക്കുന്നത്?
ഏത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയത്? എ ആണോ പറഞ്ഞത്? ഓപ്ഷൻ എ പറയുന്നുണ്ട് ഒരാള്, വെജിറ്റബിൾ ജിഞ്ചറിന് വേണ്ടിയിട്ട് 6 months ഓൺവേർഡ്സ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ അതല്ല എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും? ഇഞ്ചിയില് റൈസോം പ്രൊപ്പഗേഷൻ ഉണ്ട്. എന്തോ കേട്ടില്ല? ആരോ ഡൗട്ട് ചോദിച്ചാണോ അത്? ഹലോ പോയോ? മാം ആ ഡൗട്ട് ചോദിച്ചാൽ റൈസോം പ്രൊപ്പഗേഷൻ അല്ലേ ഇഞ്ചിയിൽ? റൈസോം പ്രൊപ്പഗേഷൻ ആണ്. ജിഞ്ചർ, ടർമറിക്, കാർഡമം ഒക്കെ തന്നെ റൈസോം വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? ആർക്കും ആൻസർ ഇല്ലേ? ആൻസർ ഇസ് ആക്ച്വലി നൺ ഓഫ് ദം. അതായത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് നോക്കാം. അപ്പൊ ഈ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ജിഞ്ചർ ഹാർവെസ്റ്റ് ചെയ്യുന്നതും അതിന്റെ പ്രോസസ്സിംഗ്. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം പറയുന്നത് നമുക്കറിയാം. ഗ്രീൻ ജിഞ്ചർ ആയിട്ടും വെജിറ്റബിൾ ജിഞ്ചർ ആയിട്ടും ഡ്രൈ ജിഞ്ചർ ചുക്കിന്റെ ആവശ്യത്തിൽ എടുക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ POP കൊടുത്തിട്ടുണ്ട്. ഫോർ വെജിറ്റബിൾ ജിഞ്ചർ ക്രോപ്പ് ക്യാൻ ബി ഹാർവെസ്റ്റഡ് ഫ്രം 6th month ഓൺവേർഡ്സ് പറയുന്നുണ്ട്. ഫോർ ഡ്രൈ ജിഞ്ചർ ഹാർവെസ്റ്റ് ക്രോപ്പ് ബിറ്റ്വീൻ 245 to 260 days എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ആഫ്റ്റർ ഹാർവെസ്റ്റ് ഫൈബ്രസ് റൂട്ട്സ് അറ്റാച്ച്ഡ് ടു റൈസോംസ് ആർ ട്രിംഡ് ഓഫ് ആൻഡ് സോയിൽ ഈസ് റിമൂവ്ഡ് ബൈ വാഷിംഗ്. അതായത് അതിനെ നമ്മൾ ഇഞ്ചി എടുക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ ചുറ്റും ഇങ്ങനെ അതിന്റെ നാരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ റൈസോംസിനെ ഓവർനൈറ്റ് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് അതിന്റെ സ്കിന്നൊക്കെ ഔട്ടർ കുറച്ച് എന്താ പറയാ അതിന്റെ ചെളിയും പിന്നെ സ്കിന്നും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയതിന് ശേഷം നമ്മൾ അതിനൊന്ന് സ്ക്രാപ്പ് ഒക്കെ ചെയ്ത് റൈസോംസിനെ സൺ ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു. നമുക്കറിയാം ഇഞ്ചി അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി ഇഞ്ചിയിൽ നിന്നുള്ള രണ്ട് പ്രോസസ് പ്രൊഡക്ഷനൊന്നാണ് ജിഞ്ചർ ഓയിലും മറ്റൊന്ന് ജിഞ്ചർ ഒളിയോറസിനും. പൊതുവെ നമ്മളിപ്പം കുറേയിടത്ത് നിങ്ങൾ കണ്ടാണ് ബ്ലാക്ക് പെപ്പർ ഓയിൽസ്, അവിടെ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഓയിലും ഒളിയോറസിനും കണ്ടു, കാലം അങ്ങനെ എല്ലായിടവും കണ്ടു. അപ്പൊ നമുക്ക് എല്ലാ സ്പൈസിന്റെയും ഓയിൽ ഒളിയോറസിൻ എക്സ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് യൂഷ്വലി ഈ പറയുന്ന ജിഞ്ചർ ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കമേഴ്ഷ്യലി സ്റ്റീം ഡിസ്റ്റിലേഷൻ ആയിരിക്കും. അതായത് ഡ്രൈഡ് ജിഞ്ചർ പൗഡർ വെച്ചിട്ട് അതിനൊരു മെത്തേഡ് ഉണ്ട്, ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉണ്ട്, സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴിയായിരിക്കും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഒളിയോറസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഒബ്റ്റൈൻഡ് കൺവെൻഷനലി ബൈ എക്സ്ട്രാക്ഷൻ ഓഫ് ഡ്രൈഡ്. ഇതുപോലെ തന്നെ ഡ്രൈഡ് പൗഡറും അവിടെ നമ്മൾ കുറച്ച് ഓർഗാനിക് സോൾവെന്റ്സ് ലൈക്ക് ഈതേൽ അസറ്റേറ്റ് അല്ലെങ്കിൽ അസറ്റോൺ പോലുള്ള ഓർഗാനിക് സോൾവെന്റ്സ് കൂടി ചേർത്തിട്ട് എന്താ പറയാ ഡിസ്റ്റിൽ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഒളിയോറസിൻ എന്ന് പറയുന്നത്. ഒളിയോറസിനും ജിഞ്ചർ ഓയിലും. അപ്പൊ അതാണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിരുന്നു, ഒന്നും ഇൻകറക്റ്റ് അല്ല. ഓക്കെ, അടുത്തത് IASR പ്രഗതി ഈസ് എ വെറൈറ്റി ഓഫ്. IASR പ്രഗതി എന്ന് പറയുന്നത് എന്തിന്റെ വെറൈറ്റി ആണ്? ജിഞ്ചർ ആണോ, ബ്ലാക്ക് പെപ്പർ ആണോ, ടർമറിക് ആണോ, മാംഗോ ജിഞ്ചർ ആണോ? ടർമറിക്. ടർമറിക് എന്ന് പറയുന്നുണ്ട് ഒരാള്. നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. യെസ്, ആൻസർ ഇസ് ടർമറിക്. ടർമറിക് മഞ്ഞളുടെ വെറൈറ്റീസ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സുവർണ, സുഗുണ, സുദർശന, പ്രഭ, കാന്തം, എന്നൊക്കെ വേറെ റിലീസ് ചെയ്തതിന് പ്രഭ, കാന്തി, ശോഭ, സോണ, വർണ്ണ എന്നൊക്കെ പറഞ്ഞ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഈ ശോഭ, കാന്തി, സ്വർണ്ണ എന്നൊക്കെ പറഞ്ഞ ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ആട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് IASR കേദാരം ആൻഡ് IASR ആലപ്പി സുപ്രീം. അപ്പം ഈ IASRന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മാറിപ്പോരുത് മാത്രമല്ല ചില വെറൈറ്റീസിന് ഇപ്പം IASR ആലപ്പി സുപ്രീം എന്നൊക്കെ പറയുന്ന ഈ വെറൈറ്റീസും ലീഫ് ബ്ലോച്ച്, മഞ്ഞളിൽ വരുന്ന ലീഫ് ബ്ലോച്ച് ഡിസീസിനൊക്കെ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഡിസീസ് റെസിസ്റ്റൻസ് ഇപ്പൊ നമ്മള് കാർഡം എടുക്കുകയാണെങ്കിൽ IASR അവിനാശ് പറഞ്ഞു, അതെന്താണ്? റൈസോം റൂട്ട്. പിന്നെ ബ്ലാക്ക് പെപ്പർ എടുക്കുകയാണെങ്കിൽ IASR തേവം പറഞ്ഞു. പിന്നെ IASR രജത, മഹിമ എന്നൊക്കെ പറഞ്ഞു ജിഞ്ചറിൽ പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഞാൻ പറഞ്ഞല്ലോ കുറെ വെറൈറ്റീസിൽ എസ്പെഷ്യലി IASR കുറച്ച് വെറൈറ്റീസിന്റെ കൺഫ്യൂഷൻ വരാം. അപ്പൊ IASR കേദാരം ആൻഡ് IASR ആലപ്പി സുപ്രീം ഇത് രണ്ടുമാണ് ടർമറിക്കിന്റെ വെറൈറ്റി. ഇത്രയും വെറൈറ്റീസ് ആയിരിക്കും പഴയ POPയിൽ കൊടുത്തിട്ടുണ്ടാവുന്നത്. പുതിയ POPയിൽ IASR പ്രഗതി കൊടുത്തിട്ടുണ്ട്. പ്രഗതി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ആണ്. ഈ പറയുന്ന ഇത്രയാണ് നമുക്ക് വെറൈറ്റീസ്, ദാറ്റ് ഇസ് ടർമറിക്കിന്റെ വെറൈറ്റീസ്.
നോർമൽ കൾട്ടിവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. വെറൈറ്റീസ് നല്ല രീതിയിൽ വായിച്ചു പഠിക്കട്ടോ എല്ലാ ക്രോപ്സിന്റെയും, എസ്പെഷ്യലി നമുക്ക് സ്പൈസ് ഫ്ലവർ ക്രോപ്സിന്റെ അടുത്തൊക്കെ വെറൈറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തൊരു വെറൈറ്റി IASR പ്രകൃതി. അതിന്റെ കുറെ അധികം ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പൊട്ടൻഷ്യൽ ഈൽഡും അതിന്റെ ആവറേജ് ഈൽഡ്, എത്ര റൈസോം ഈൽഡ് വരുന്നുണ്ട്, ഇനി അതിന്റെ ജിഞ്ചർ അല്ല ഓയിൽ പെർസെന്റേജ്, ഒലിയോറിസിൻ, അങ്ങനെ അങ്ങനെ കുറെ പെർസെന്റ്, ഡ്രൈ റിക്കവറി പെർസെന്റേജ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുറെ നമ്പേഴ്സ് പഠിച്ചു വെക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് എ ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റി ആണിത്. കുറച്ച് സമയം മതി. ഇറ്റ് ടേക്സ് അറൌണ്ട്ലി ഒരു 180-200 ദിവസം മതി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, യൂഷ്വലി ഇപ്പം ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹാർവെസ്റ്റിംഗ് ഏർലി വെറൈറ്റീസ് 7 to 8 months, മീഡിയം ആണെങ്കിൽ 8 to 9 months, അങ്ങനെ 9 to 10 months ഒക്കെ എടുക്കും. പക്ഷെ ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിയാണ് IASR പ്രകൃതി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ, ദിസ് വെറൈറ്റി സ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ ഇൻ കേരള ബോത്ത് അണ്ടർ ഇറിഗേറ്റഡ് ആൻഡ് റെയിൻഫെഡ് കണ്ടീഷൻ. നമ്മുടെ കണ്ടീഷന് സ്യൂട്ടബിൾ ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ IASR പ്രകൃതി എന്ന് പറഞ്ഞ വെറൈറ്റി ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് ടർമറിക്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബോത്ത് ഫീൽഡ് ആൻഡ് സ്റ്റോറേജ് പെസ്റ്റ് ഓഫ് ടാമരന്ത്. ടാമരന്ത് നമ്മുടെ പുളിയിൽ അറ്റാക്ക് ചെയ്യുന്ന, ഫീൽഡിലും സ്റ്റോറേജിലും അറ്റാക്ക് ചെയ്യുന്ന ഒരു പെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൈബോളിയം കാസ്റ്റേനിയം, സൈലസ് ഫോമിക്കാരിയസ്, തലോസോബ്രൂക്കസ് ചൈനൻസിസ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. യെസ്, ഓപ്ഷൻ എ പറയുന്നുണ്ട്. ഒരൊറ്റ എന്താ പറയാ പെസ്റ്റേ നമുക്ക് POP കൊടുത്തിട്ടുള്ളൂ. ഇതൊരു ഇമ്പോർട്ടന്റ് പെസ്റ്റ് കൂടിയാണ്. ഇതുപോലെ നമ്മൾ ചില ക്രോപ്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കോക്കനട്ട് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോർഡ് കൊക്രൈൻ എഫക്ട് ചെയ്ത പെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ക്രോപ്സ് വരുമ്പോഴത്തേക്കും അതിന്റെ സ്റ്റോറേജ് പെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാമരത്തിനെ എഫക്ട് ചെയ്യുന്നത്, പുള്ളിയെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതാണ് ടാമരന്ത് ബീറ്റിൽ എന്നാണ് അതിന്റെ കോമൺ നെയിം. ദാറ്റ് ഇസ് ട്രൈബോളിയം കാസ്റ്റേനിയം. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് സൈലാസ് ഫോമിക്കാരിയസ്. അതെന്താണെന്നറിയാവോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സൈലാസ് ഫോമിക്കാരിയസ് ആർക്കെങ്കിലും അറിയോ? ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ, അറിയത്തില്ല, കുഴപ്പമില്ല, നമുക്ക് പറയാം. സൈലാസ് ഫോമിക്കാരിയസ് എന്ന് പറയുന്നത് നമ്മുടെ മധുരക്കിഴങ്ങിൽ സ്വീറ്റ് പൊട്ടറ്റോനെ എഫക്ട് ചെയ്യുന്ന സ്വീറ്റ് പൊട്ടറ്റോ വീവിൽ എന്നാണ് അതിന്റെ കോമൺ നെയിം. അതും ഈ പറയുന്നതിനാണ്. ചില പെസ്റ്റുകളുണ്ട് ഫീൽഡിൽ അറ്റാക്ക് തുടങ്ങി അത് ഗ്രാജുവലി നമ്മൾ ഹാർവെസ്റ്റിലേക്ക് പോയി സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്റ്റോറേജ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് കാറ്റഗറി തന്നെ ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്റമോളജിയിൽ സ്റ്റോറേജ് ബെസ്റ്റ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ് ഈ പറയുന്ന ട്രൈബോളിയം കാസ്റ്റേ. ഈ ഓപ്ഷൻസ് എല്ലാം അത് തന്നെയാണ്. സൈലാസ് ഫോമിക്കാരിയസ് എന്ന് പറയുന്നത് നിങ്ങളത് നോട്ട് ചെയ്യുക, നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോൾ എഴുതി വെക്കുക. സൈലാസ് ഫോമിക്കാരിയസ് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വീവിലാണ്. നെക്സ്റ്റ് ഇസ് കലോസോബ്രൂക്കസ് ചൈനൻസിസ്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? കലോസോബ്രൂക്കസ് ചൈനൻസിസ് അതാണ് നമ്മുടെ പൾസ് ബീറ്റിൽ. അതായത് നമ്മൾ വീട്ടിൽ ചെറുപയറും അല്ലെങ്കിൽ നമ്മുടെ കടല അങ്ങനെയൊക്കെയുള്ള കുറെ നാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്റെ റേഷൻ കടയിലോ അല്ലെങ്കിൽ നമ്മൾ ഗോഡൌൺസിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും ചെറിയ കുഞ്ഞൻ ഒരു വീവിൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് പൾസ് ബീറ്റിൽ. ദാറ്റ് ഇസ് പൾസ് ബീറ്റിൽ. പൾസ് ബീറ്റിലിന്റെ സയന്റിഫിക് നെയിം ആണ് കലോസോബ്രൂക്കസ് ചൈനൻസിസ്. ഈ പറയുന്ന എല്ലാം തന്നെയും ഫീൽഡിലും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് അഫക്ട് ചെയ്യുന്നത് കറക്റ്റ് അബൌട്ട് പ്രൊപ്പഗേഷൻ ഓഫ് ഡിഫറെന്റ് സ്പൈസ് ക്രോപ്സ്. കുറച്ച് സ്പൈസ് ക്രോപ്സിന്റെ പ്രൊപ്പഗേഷൻ ആസ്പെക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്, ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. നോക്കിയിട്ട് പറഞ്ഞേ. ഏതാണ്? പോയോ? നിങ്ങൾ പറഞ്ഞു തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നമുക്ക് തെറ്റിക്കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാമല്ലോ. Option D, black pepper is mainly propagated by seeds. ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, ബ്ലാക്ക് പെപ്പർ ഈസ് മെയിൻലി പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള. കറക്റ്റ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട്. അത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ആണോ? അത് കറക്റ്റ് ആണോ? ബ്ലാക്ക് പെപ്പർ കുരുമുളക് ഞാൻ ഇൻകറക്റ്റ് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഓക്കെ. അത് കുഴപ്പമില്ല. അപ്പം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഞാൻ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, എക്സാം. എന്തോ കേട്ടില്ല, ഒന്നിനും പറ.
Clove is propagated through seeds. യെസ് Seed യെസ്, propagation. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഇസ് ക്ലോവ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ, നമ്മുടെ ഗ്രാമ്പു ദാറ്റ് ഇസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ സീഡ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫുള്ളി ഡെവലപ്ഡ് ഫ്രൂട്ട്സ് നോൺ ആസ് മദർ ഓഫ് ക്ലോവ്. ആ ടേം ഓർത്തിരിക്കുന്നത്, ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ക്ലോവിന്റെ ഫ്രൂട്ട്സിനെ പറയുന്ന പേരാണ് മദർ ഓഫ് ക്ലോവ് എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന സീഡ്സ് വഴിയാണ് ക്ലോവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രാമ്പ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ബാക്കിയൊക്കെ തെറ്റാൻ കാരണം എന്താ? കാർഡമം ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ, എന്ത് വഴിയാണ് കാർഡമം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? Rhizome. മെയിൻലി റൈസോം വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദെൻ സിനമൺ ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ സ്റ്റെം ബാർക്ക് പീസസ് എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. സിനമൺ യൂഷ്വലി എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? നമുക്ക് പി ഒ പിയിൽ പറഞ്ഞിട്ടുള്ളത് സീഡ് പ്രൊപ്പഗേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ലെയറിംഗ്, വെജിറ്റേറ്റീവ് മെത്തേഡിനകത്ത് എയർ ലെയറിംഗ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഓൾ സിനമൺ നഴ്സറീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിനമൺ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്റ്റെം ബാർക്ക് പീസസ്, ബാർക്കിന്റെ പീസസ് വെച്ചിട്ടല്ല. നമ്മൾ എയർ ലെയറിംഗ് നമ്മൾ ഗ്രിഡിലിംഗ് നടത്തിയിട്ടില്ലേ, അപ്പൊ അത് തെറ്റിപ്പോകാൻ പാടില്ല. സ്റ്റെം ബാർക്ക് പീസസ് എടുത്തിട്ടല്ല പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, എയർ ലെയറിംഗ് വഴി അല്ലെങ്കിൽ സീഡ് പ്രൊപ്പഗേഷൻ ചെയ്യാം. ബ്ലാക്ക് പെപ്പർ ഈസ് മെയിൻലി പ്രൊപ്പഗേറ്റഡ് ബൈ സീഡ്സ് എന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് പെപ്പറിന്റെ പ്രൊപ്പഗേഷൻ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ബ്ലാക്ക് പെപ്പർ നമുക്ക് എങ്ങനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യും? കുറെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് നമ്മൾ ബ്ലാക്ക് പെപ്പറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വഴി, ഓ, ഗ്രാഫ്റ്റിംഗ് വഴി, കേട്ടില്ല, ക്ലിയർ ആവുന്നില്ല എനിക്ക്. ഗ്രാഫ്റ്റിംഗ് വഴി. ഗ്രാഫ്റ്റിംഗ് വഴി നമ്മൾ ബ്ലാക്ക് പെപ്പർ പറഞ്ഞായിരുന്നോ? ബ്ലാക്ക് പെപ്പർ, കുരുമുളക് നമ്മൾ ഒരു കോമൺ മെത്തേഡിന്റെ എക്സാമ്പിൾ ആയിട്ട് കുരുമുളക് പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ഉണ്ടോ ബ്ലാക്ക് പെപ്പർ? സെർപ്പന്റൈൻ ലെയറിംഗ് പറയുന്നത് നമ്മൾ യൂഷ്വലി ഗ്രാഫ്റ്റിംഗ് അങ്ങനെ കമേഴ്ഷ്യലി യൂസ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് എവിടെ ഉണ്ട്, അതായത് എന്താ പറയാ, ബ്ലാക്ക് പെപ്പറിലൊക്കെ നമ്മൾ റിസർച്ച് അടിസ്ഥാനത്തിലേക്ക് കൊളിബ്രീനം എന്ന് പറഞ്ഞൊരു റൂട്ട് സ്റ്റോക്ക് ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കമേഴ്ഷ്യൽ മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ല. അവിടെ നമ്മൾ സെർപ്പന്റൈൻ ലെയറിംഗ് മെത്തേഡോ അല്ല എങ്കിൽ വേറെ രണ്ട് മെത്തേഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ബ്ലാക്ക് പെപ്പർ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എപ്പോഴും അങ്ങനെ സെർപ്പന്റൈൻ ലെയറിംഗ് അയക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതിന്റെ റണ്ണർ ഷൂട്ട്സ്, റണ്ണർ ഷൂട്ട്സിന് നമുക്കൊരു 1 to 3 നോട്ട്സോട് കൂടിയ റണ്ണർ ഷൂട്ട്സ്, അതായത് നമ്മുടെ ചെന്തലകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് നമുക്ക് പ്രൊപ്പഗേഷനിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെർപ്പന്റൈൻ ലെയറിംഗ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ്, അതും ആക്ച്വലി കട്ടിങ്സ് വഴിയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ, ഒരു ശ്രീലങ്കൻ ടെക്നിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഒന്ന് കൃത്യമായ ഇടവേളകളിൽ ഫ്രീക്വന്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലോവിന്റെ പ്രൊപ്പഗേഷൻ ആണ്. ക്ലോവ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ സീഡ്സ് ദാറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഫുള്ളി ഡെവലപ്ഡ് ഫ്രൂട്ട്സ്. അതായത് മദർ ഓഫ് ക്ലോവ് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് ഫ്രൂട്ട്സിൽ നിന്നാണ്, സീഡ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്ന് പറയുന്നത് ജിഞ്ചർ ക്യാൻ ബി പ്ലാന്റഡ് ആസ് ആൻ ഇന്റർ ക്രോപ്പ് ഇൻ ഹോംസ്റ്റെഡ് ഗാർഡൻസ്. ഹോംസ്റ്റെഡ് ഗാർഡൻസിൽ പ്ലാന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. റീസൺ ആയിട്ട് പറയുന്നത് ജിഞ്ചർ ഈസ് എ ഷെയ്ഡ് ലവിംഗ് ക്രോപ്പ്, ഒരു ഷെയ്ഡ് ലവിംഗ് ക്രോപ്പ് എന്നാണ്. ഇത് ഇതിനകത്ത് അസേർഷൻ കറക്റ്റ് ആണോ, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. നോക്കിക്കേ, ഏതാണ്? വായിച്ചു നോക്കി. സിമ്പിൾ ആയിട്ടുള്ള ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. Both A and B are true. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ എന്ന് പറയുന്നുണ്ട്. ട്രൂ ആയിട്ട് പിന്നെന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ? ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലെങ്കിൽ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? Correct explanation. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നുണ്ട്. യെസ്, ദാറ്റ് ഇസ് റൈറ്റ്. അതായത് നമ്മുടെ അസേർഷനും റീസണും കറക്റ്റ് ആണ്. അസേർഷൻ എന്താ? ജിഞ്ചർ ക്യാൻ ബി പ്ലാന്റഡ് ആസ് ആൻ ഇന്റർക്രോപ്പ് ഇൻ ഹോംസ്റ്റെഡ് ഗാർഡൻ. ഹോംസ്റ്റെഡ് ഗാർഡൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചൊരു റീസണബിൾ, എന്താ പറയുക, കുറച്ചൊരു ഷെയ്ഡ് ഉള്ള സ്ഥലമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഷെയ്ഡ് ലോയിങ് ക്രോപ്പ് ആയിരുന്നു. അപ്പൊ നമുക്ക് ജിഞ്ചറിനെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം തണല് വേണ്ട, ഷെയ്ഡ് ടോളറന്റ് അല്ലെങ്കിൽ ഷെയ്ഡിനെ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ് ലവിങ് ക്രോപ്പ് ആണ് ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അസേർഷനും റീസണും കറക്റ്റ് ആണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, അത് നോക്കുക. അടുത്തത് സെലക്ട് ദ കറക്റ്റ് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഫോർ ജിഞ്ചർ. ജിഞ്ചറിന്റെ കറക്റ്റ് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ജിഞ്ചർ, ടർമറിക്, അതുപോലെ മാംഗോ ജിഞ്ചർ, ഇതിന്റെയൊക്കെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പെപ്പറിന്റെ ഓൾറെഡി നമുക്കൊരു ക്വസ്റ്റൻ ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ജിഞ്ചർ. ജിഞ്ചറിന്റെ എന്താണ് നോക്കിയേ, ഏതാണ് ആൻസർ?
30-30-60 ആണോ, 75-50-50 ആണോ, 100-50-50 ആണോ? 75-50. ഓപ്ഷൻ ബി പറയുന്നുണ്ട് 75-50-50 കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയർ എന്ന് പറയുന്നുണ്ട്. യെസ്, ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. 75-50-50 ആണ്. പിന്നെ അതിന്റെ സ്പ്ലിറ്റ് ആപ്ലിക്കേഷൻ കൂടി നമുക്ക് POP പറയുന്നുണ്ട്. ഫുൾ ഡോസ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് ഹാഫ് ദ ഡോസ് 50% ഓഫ് പൊട്ടാസ്യം മേ ബി അപ്ലൈഡ് ആസ് ബേസൽ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ അടിയോളായിട്ട് കൊടുക്കാം. ദെൻ ഹാഫ് ദ ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ മേ ബി അപ്ലൈഡ് 60 days ആഫ്റ്റർ പ്ലാന്റിംഗ്. പ്ലാന്റ് ചെയ്തൊരു 60 days കഴിഞ്ഞ് കൊടുക്കാം. ദ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ ആൻഡ് പൊട്ടാസ്യം മേ ബി അപ്ലൈഡ് 120 days ആഫ്റ്റർ പ്ലാന്റിംഗ്. ഒരു 120 ദിവസം കഴിഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ പല തവണകളായിട്ട് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ആ റെക്കമെൻഡേഷൻ ഓർത്തിരിക്കുക 75-50-50. ഈ 30-30-60 എന്ന് പറയുന്ന റെക്കമെൻഡേഷൻ നമുക്ക് മാംഗോ ജിഞ്ചറിലും ടർമറിക്കിലും വരുന്ന റെക്കമെൻഡേഷൻ ആണ്. അപ്പൊ അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് നട്ട്മെഗ്? ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഏതാണ്? Mixed. Mystica fragrance. മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, മിരിസ്റ്റിക്കേസിയ ഫാമിലി. ബാക്കി കുർക്കുമ, അരോമാറ്റിക്ക എന്ന് പറയുന്നത് എന്തായിരുന്നു? കസ്തൂരിമഞ്ഞൾ. കുർക്കുമ, അരോമാറ്റിക്ക, കസ്തൂരിമഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ തന്നെ പറയണം കേട്ടോ. നമുക്ക് സാധാ മഞ്ഞൾ എന്താ? കുർക്കുമ ലോങ്ങയാണ്. ദെൻ പൈപ്പർ നൈഗ്രം, ബ്ലാക്ക് പെപ്പർ, ടാമരിൻഡ്, സിൻഡിക്ക, പുളി. വാളൻപുളി ഇംഗ്ലീഷ് എന്താ? ടാമരിൻഡ്. ഓക്കെ, ഇനി ഒരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാംഗോ ജിഞ്ചർ ഈസ് ബൊട്ടാണിക്കലി റിലേറ്റഡ് ടു മാംഗോ ആൻഡ് ജിഞ്ചർ എന്ന് പറയുന്നുണ്ട്. ആംബ is a released variety of ginger from high altitude resuscitation Portlandia oryza. Then vegetative propagation of nutmeg through epicotyl grafting is recommended for all nutmeg nurseries. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് ശരി എന്നുള്ളത് നോക്കിയേ. ഏതൊക്കെ ശരിയാണ്, ഏതൊക്കെ തെറ്റാണ്? 1, 2, 3 are correct. 1, 2, 3 ആർ കറക്റ്റ് ഒരാൾ പറയുന്നുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആർക്കെങ്കിലും? 1, 2 incorrect. 3 is correct. 1, 2 ഇൻകറക്റ്റ്, 3 കറക്റ്റ് എന്ന് ഒരാൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും? രണ്ട് ഓപ്ഷനുകളുണ്ട്. രണ്ടുപേരും 2 ഓപ്ഷൻ കിട്ടോ? ഇനി എന്തുള്ളത്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് 1, 2 ഇൻകറക്റ്റ് ആൻഡ് 3 കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ട് 1, 2 ഇൻകറക്റ്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മാംഗോ ജിഞ്ചർ. നമ്മൾ മാങ്ങ ഇഞ്ചി ഇപ്പൊ മാംഗോ ജിഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ ബൊട്ടാണിക്കലി റിലേറ്റഡ് ടു മാംഗോ ആയിട്ടും ജിഞ്ചറും ആയിട്ടും ഒരു ബന്ധവുമില്ല. മാംഗോ ജിഞ്ചറിന്റെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ബൊട്ടാണിക്കലി ഇറ്റ് ഈസ് റിലേറ്റഡ്, അതായത് മോർഫോളജിക്കലി അതിന്റെ അപ്പിയറൻസും ഒക്കെ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ടർമറിക് ആണ്. മാംഗോ ജിഞ്ചർ എന്ന് പറയുമ്പോൾ മാംഗോ ആയിട്ടും ജിഞ്ചർ ആയിട്ടും അത് നമുക്ക് POP എടുത്ത് പറയുന്നുണ്ട്. മാംഗോ ജിഞ്ചർ ഈസ് ബൊട്ടാണിക്കലി റിലേറ്റഡ് ടു നെയ്തർ മാംഗോ നോർ ജിഞ്ചർ ബട്ട് ടു ടർമറിക്, ദാറ്റ് ഇസ് കുർക്കുമ ലോങ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. മോർഫോളജിക്കലി മാംഗോ ജിഞ്ചർ പ്ലാന്റ് ഈസ് സിമിലർ ടു ടർമറിക്. നമ്മുടെ മഞ്ഞളുമായിട്ടാണ് അതിന് സാമ്യമുള്ളത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് മാംഗോയും ജിഞ്ചറുമായിട്ട് ഒരു ബന്ധമില്ല. Then ആംബ ഈസ് എ റിലീസ്ഡ് വെറൈറ്റി ഓഫ് ജിഞ്ചർ എന്താണ് പറയുന്നത്? ശരിക്കും ജിഞ്ചറിന്റെ വെറൈറ്റീസ് അല്ല. ജിഞ്ചറിന്റെ വെറൈറ്റീസ് നമ്മൾ കുറെ നേരത്തെ പറഞ്ഞു. ഓൾറെഡി നമ്മൾ എന്താ പറയാ രജത, മഹിമ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വരത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ KU എന്നുള്ള വെറൈറ്റീസും പിന്നെ പുതിയായിട്ട് KU, ചന്ദ്ര, ചിത്ര അങ്ങനെ കുറച്ച് വെറൈറ്റീസ് പറഞ്ഞു. അവിടെ നമ്മൾ ആംബ എന്നുള്ള ഒരു പേര് കേട്ടില്ല. എന്തിന്റെ വെറൈറ്റിയാ ആംബ എന്ന് പറഞ്ഞ? എന്തിന്റെ വെറൈറ്റി? അപ്പം കണ്ടോ POP എവിടെയെങ്കിലും കണ്ടോ? അത് POP കാര്യമായിട്ട് തപ്പുന്നുണ്ടായിരിക്കും. That is a variety of mango ginger. മാംഗോ ജിഞ്ചറിന്റെ വെറൈറ്റിയാണ്. മാംഗോ ജിഞ്ചറിന്റെ അടുത്ത് വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തിരിക്കുന്നത്. സീഡ് മെറ്റീരിയൽ ആൻഡ് വെറൈറ്റീസിന്റെ താഴെയായിട്ട് ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംബൈസ് റിലീസ്ഡ് വെറൈറ്റി. യൂഷ്വലി കേരളയിൽ നമ്മൾ ലോക്കൽ വെറൈറ്റീസ് കൾട്ടിവേറ്റ് ചെയ്യാറാണ് പതിവ്. ആംബൈസ് റിലീസ്ഡ് വെറൈറ്റി ഫ്രം ഹൈ ഓൾട്ടിറ്റ്യൂഡ് റിസർച്ച് സ്റ്റേഷൻ ഒറീസയിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു വെറൈറ്റിയാണ്. അപ്പൊ അതുകൂടി അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പിന്നെ കറക്റ്റ് അറിഞ്ഞു. ദാറ്റ് ഇസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് നട്ട്മെഗ് ത്രൂ എപ്പികോട്ടൽ ഗ്രാഫ്റ്റിംഗ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഓൾ നട്ട്മെഗ് നഴ്സറീസ്. നട്ട്മെഗിനകത്ത് എപ്പികോട്ടൽ ഗ്രാഫ്റ്റിംഗ് റെക്കമെൻഡഡ് ആണ്. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ഇൻകറക്റ്റ് ആണ്.
തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ സ്പൈസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സിനകത്ത് POP-യിലുള്ള നമ്മുടെ കാർഡമം തൊട്ട് അവസാനത്തെ ക്രോപ്പ് എന്ന് പറയുന്നത് ടാമറിന്ത് വരെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ പോയിന്റ്സും ക്വസ്റ്റ്യൻസ് രൂപേണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് മാനുവറിങ് എങ്ങനെ ആഫ്റ്റർ കൾട്ടിവേഷൻ അങ്ങനത്തെ ഹെഡിങ്ങുകളിലുള്ള കാര്യങ്ങൾ, പ്ലാന്റിങ് ആസ്പെക്ട്സ് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് വരുന്ന ക്ലാസ്സിൽ ചോദിക്കുക. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് പഠിക്കാൻ ഓർത്ത് വെക്കാനായിട്ട് പിന്നെ നട്ട്മെഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നട്ട്മെഗ് ഓയില്, മെയ്സ് ഓയില്, നട്ട്മെഗ് ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോസസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചില സ്റ്റീം ഡിസ്റ്റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഓരോന്നിനുള്ള ആ പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻ, ജിഞ്ചർ ആണെങ്കിൽ ജിഞ്ചർ ഓയിൽ, ജിഞ്ചർ ഒളിയോറസ്, വാനില ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാനില എന്ന് പറയുന്ന കെമിക്കൽ. നട്ട്മെഗ് ആണെങ്കിൽ ഇപ്പൊ അതിനകത്ത് ഒളിയോറസിനുണ്ട്, നട്ട്മെഗ് ബട്ടർ ഉണ്ട്, നട്ട്മെഗ് ഓയിൽ, മെയ്സ് ഓയിൽ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ടർമറിക് ഒക്കെ വരുമ്പോഴത്തേക്കും ടർമറിക്കിന്റെ പോസ്റ്റ് ഹാർവസ്റ്റ്, അതായത് നമ്മൾ ടർമറിക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, മഞ്ഞൾ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കോമൺലി ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുമാണ്. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? സമയം 6:09 അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്യാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും POP-യിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് മൊത്തം വായിച്ചിട്ട് വരും. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാനത് മാമിനെ അറിയിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് സ്വന്തമാക്കാൻ TechPSC ഒരുക്കുന്നു അഗ്രി സ്മാർട്ട് ബൂസ്റ്റർ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ് എന്നിവയടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. TechPSC-യുടെ 100K സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 799 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു പാക്കേജ് സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.